വളരെ സന്തോഷം. കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും രാത്രി 8:45 ഈ പ്രോഗ്രാമിലേക്ക് വരാൻ സാധിച്ചതിൽ. അപ്പോൾ ഒരു യാത്രയിൽ നിന്ന് അല്പം ലീവ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ദിവാലിയുടെ അവധിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം 2-ാം തീയതി പോകുന്നതിന്റെ മുന്നേ കുറച്ച് പ്രോഗ്രാമും കൂടി ഇവിടെ തിരിക്കണം. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഗിരി സാർ നേരത്തെ പറഞ്ഞ പോലെ 25 വർഷം RCA പിന്നിട്ടു. അതുപോലെ ഒരു കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ ഒരു മാരക രോഗം പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 25 വർഷം കൊണ്ട് ആൾക്കാർ എന്താണോ നേടിയത് അത് ഇനി വരുന്ന 5 വർഷം കൊണ്ട് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഉറങ്ങാതെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരിക, ഓടുക. എന്തായാലും 5 വർഷം നമ്മൾ പറഞ്ഞെങ്കിലും ചില സമയം 2 വർഷം കൊണ്ട് തന്നെ ആയിരിക്കും. സോ ഇറ്റ് ഈസ് എ വെരി വെരി ബിഗ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ 2 കൈ കൊണ്ട് എത്ര കൈകളുണ്ടോ അത് കൈ കൊണ്ടൊക്കെ സ്വീകരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ബിക്കോസ് ദ വേൾഡ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓടണമെങ്കിൽ നമുക്ക് ശരീരം വഴങ്ങണം, പ്രത്യേകിച്ച് മുട്ട് വഴങ്ങണം. അപ്പോൾ പിന്നെ ന്യൂട്രിചാർജ് BJ എന്നുള്ള ഈ ഒരു മഹത്തരമായ പ്രോഡക്റ്റിനെ പറ്റി വിശദീകരിച്ച് പറയാന്നല്ലാതെ വേറെ എന്താ ഉള്ളത്. ഈ ഒരു പ്രോഡക്റ്റ് കഴിച്ചിട്ട് പല ആൾക്കാർക്ക് പലതരത്തിലുള്ള സൗഖ്യം കിട്ടിയിട്ടുണ്ട്. മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രയോ ലക്ഷം രൂപ കെട്ടിവെച്ചിട്ട് മുട്ട് മാറ്റി വെക്കേണ്ടി വരുമെന്ന് തോന്നിയവിടെ നിന്ന് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് അവരെ കൈപിടിച്ചുകൊണ്ട് കൂടുതൽ എനർജറ്റിക് ആയിട്ട്, കൂടുതൽ ആരോഗ്യത്തോടെ ആയിട്ട് അവരെ നമുക്ക് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം, സന്തോഷകരമായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ പറയാനാണ് വരാൻ പറ്റിയതുള്ള സന്തോഷം തന്നെയാണ്. കാരണം മുട്ടുവേദന എന്ന് പറയുമ്പോൾ വേദനിക്കാത്തവർക്കത് അത്ര ഫീൽ ആവില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഒരു മുട്ടുവേദന വന്ന് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ചോദിച്ചു നോക്കണം എന്താണ് അതിന്റെ മാരകമായിട്ടുള്ള അവസ്ഥ എന്ന്. ആ വേദന എന്തുമാത്രമായി. കാരണം വിചാരിച്ച പോലെ എണീക്കാൻ പറ്റത്തില്ല, വിചാരിച്ച പോലെ ഇരിക്കാൻ പറ്റത്തില്ല, വിചാരിച്ച പോലെ നടക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ആ ഒരു അനുഭവം അനുഭവിച്ച വ്യക്തിക്ക് മാത്രമേ അതിന്റെ വാല്യൂ മനസ്സിലാത്തുള്ളൂ. മറ്റുള്ളവരെന്ത് ചെയ്യണം? അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പെടുക്കണം. പ്രത്യേകിച്ച് സ്ത്രീകള് ഈ കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പം ഇതൊക്കെ നിങ്ങൾ അറിയുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ എന്നാലും സാറ് പറഞ്ഞതുപോലെ ഓരോ പോയിന്റും നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇത് വളരെയധികം സൗകര്യമായിരിക്കും. അപ്പൊ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു 9-9.5 വർഷം മുന്നേ ലോഞ്ച് ചെയ്തതാണ്. അതും കരുകുറ്റി തന്നെയായിരുന്നു ലോഞ്ച് ചെയ്തത്. അവിടെയായിരുന്നു ഞങ്ങൾ എല്ലാ ലോഞ്ചിങ് പാഡും ആക്ച്വലി. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ലോഞ്ച് ചെയ്തത് കേരളത്തിൽ എല്ലാ സ്ഥലത്തും, സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ സ്ഥലങ്ങളിലും എത്തിച്ചു, നോർത്ത് ഇന്ത്യയിൽ എത്തിച്ചു, അങ്ങനെ പല സ്റ്റേറ്റുകളിൽ എത്തിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് വന്നപ്പോൾ കുറച്ച് ദിവസം ആൾക്കാരിങ്ങനെ ഭയന്ന് നിന്നു, ഇതിനെ മേടിക്കാതെ. ഇതെന്തോ ആയിരിക്കും, ഈശ്വര എന്താണ് ഇത് സംഭവം. വിലയും ഭയങ്കരമായിട്ട് തോന്നി ആ സമയത്ത്. പക്ഷെ ഇപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞത് ആൾക്കാർ മേടിച്ചു, അതിന് റിസൾട്ട് വരാൻ തുടങ്ങിയപ്പോഴേക്കും പിന്നെ പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. ഇതൊക്കെ സംഭവിച്ചതാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് കണ്ടിട്ട് പല കമ്പനികളും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു എന്താണ് പറയാ, ഒരു ഫോർമുലേഷനിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് റിസർച്ച് എന്ന് പറയുന്നത്. മനോഹരമായിട്ടുള്ള റിസർച്ചിങ് പാനലിൽ കൂടെയാണ് ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ കണ്ടെത്തിയത്. ഇതിലുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് പല പല സ്ഥലങ്ങളിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതില്ല. ഓക്കെ, ഇതാണ് ഞാൻ എന്തോ ഇന്നിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഈ ഒരു വാക്യം ഓർത്ത് വെക്കണം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് പ്രോഗ്രാമിൽ വരികയല്ല, ഇത് ഞാൻ നമ്മളെ സുഹൃത്തുക്കളോടൊന്ന് പറയാം. ക്യാരി ദ ലൈറ്റ് ഓഫ് ദിവാലി വിത്ത് യു. ഈ ദിവാലിയുടെ വെളിച്ചം, പ്രഭ എന്ന് പറയുന്നത്, അത് നിങ്ങൾ കൂടെ എടുത്ത് നടക്കുക. ആൻഡ് റിമെമ്പർ ഇറ്റ് ഓൺ യുവർ ഡാർക്കർ ഡേയ്സ് ദിസ് ഇയർ. ഇനി വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം അന്ധകാരമയമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ വെളിച്ചമുള്ള ദിവസം ഓർത്തു വെക്കുക. എത്ര മനോഹരമായിട്ടുള്ള വാക്യങ്ങളായില്ലേ. അപ്പൊ അത് അങ്ങനെ ഒരു ദീപാവലി നമുക്കാവട്ടെ. ആ ദീപാവലി എല്ലാ അന്ധകാരങ്ങളും മാറ്റിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വെളിച്ചം പകരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രൊഡക്റ്റിലേക്ക് ഞാൻ കടക്കുകയാണ്. ന്യൂട്രിചാർജ് BJ, ഇതാണ് പ്രൊഡക്റ്റിന്റെ പേര്. BJനെ കൊണ്ട് നമ്മൾ ബോൺ ആൻഡ് ജോയിൻ എന്നൊക്കെ പറയുമെങ്കിലും പ്രൊഡക്റ്റിന്റെ പേര് ന്യൂട്രിചാർജ് BJ എന്നാണ്. ഓക്കെ, സുരേഷ് സാറ് കുറച്ചുപേര് സൗണ്ട് കുറവാന്ന് പറയുന്നുണ്ട്, പക്ഷെ സൗണ്ട് ഉണ്ടല്ലോ നിങ്ങളുടെ അവരുടെ ഏരിയയിലുള്ള തകരാറായിരിക്കും സാർ. അവരുടെ ഏരിയയിലുള്ള ഇഷ്യൂ ആയിരിക്കും. അവരുടെ ഏരിയയിലുള്ള ഇഷ്യൂ ആയിരിക്കും. കാരണം പല സ്ഥലങ്ങളിലും മഴ ഉണ്ടല്ലോ, അപ്പോ റേഞ്ചിന് പ്രശ്നം വരുന്നുണ്ടായിരിക്കും. അതാണ് ഞാൻ ഫുൾ സൗണ്ടിലാണ് സംസാരിക്കുന്നത്. കാരണം ഈ പ്രൊഡക്റ്റ് അങ്ങനെ വേണം പറയാൻ സാറേ. അതുകൊണ്ട് ഞാൻ മാക്സിമം എന്നിലെ വല്ലാതെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്റെ വീഡിയോ ഓഫ് ചെയ്തു, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. സൗണ്ട് ഓക്കെയാണ്. ഓക്കെ, ശരി സാർ.
അപ്പൊ ന്യൂട്രിചാർജ് ബി ജെ എന്ന് പറയുന്നത് ഇത് മരുന്നല്ല കേട്ടോ, അത് ആദ്യം മനസ്സിലാക്കണം. പുതിയ ആൾക്കാർ, കുറെ ആൾക്കാർ ഇരിപ്പുണ്ട് ഈ പ്രോഗ്രാമിൽ, അതുകൊണ്ട് അവരോട് പറയാണ്, ഇത് മുട്ടുവേദനയ്ക്കുള്ള ഒരു മരുന്നല്ല. ഇത് എന്താണ്? ഇത് ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആണ്. ഓക്കെ, ഇത് പോഷകമാണ്. എന്തിന്? ജോയിന്റ് ഹെൽത്തിനും എല്ലിനും, അതായത് സന്ധികൾക്കും അസ്ഥികൾക്കും ഉള്ള ആരോഗ്യത്തിനുള്ള ഒരു ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആണ്. ഇത് മരുന്നല്ല. ഇത് വരുന്നത് ഈ കാണിച്ച പാക്ക് പോലെയാണ്, കിറ്റ് പാക്ക് ആണ്. കിറ്റ് പാക്ക് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. അതായത് ഇതിന്റെ അകത്ത് ടാബ്ലറ്റും ഉണ്ട്, പൊടിയുണ്ട്. അപ്പം 30 പൊടിയും 15 ഗുളികകളുള്ള 2 സ്ട്രിപ്പും. അപ്പൊ ഒരു മാസത്തെ പാക്കാണിത്. അതാണ് കിറ്റ് പാക്ക്. രണ്ടും ഒരുമിച്ച് തന്നെ നമ്മൾ ആദ്യത്തെ തുടക്കകാലങ്ങളിൽ രണ്ടും ഒരുമിച്ച് തന്നെ കഴിക്കണം. ഓക്കെ. പിന്നെ റൈറ്റ് സൈഡിൽ കാണാം ഒരു പച്ചക്കുത്ത്. അപ്പോൾ ഇത് വെജിറ്റേറിയൻ ആണ്. നമ്മൾ എല്ലാ പ്രൊഡക്റ്റും വെജിറ്റേറിയൻ ആണ്, ടോട്ടൽ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ നോൺ വെജ് ആണോ അല്ലെങ്കിൽ വെജ് ആണോ, എല്ലാവർക്കും കൊടുക്കാം. യൂണിവേഴ്സൽ ആണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ ക്ലിനിക്കലി പ്രൂവൻ ആണ്. ഏറ്റവും ഗംഭീരമായിട്ട് പറയാനുള്ള കാര്യം അതാണ്. ഇത് വൈദ്യശാസ്ത്രമായി തെളിയിക്കപ്പെട്ട, ഇറ്റ്സ് പ്രൂവൺ ക്ലിനിക്കലി. അതുകൊണ്ട് ആർക്കും പറയാൻ പറ്റത്തില്ല ഇത് കൊടുക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, കഴിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഏറ്റവും ലെഫ്റ്റ് സൈഡ് താഴെ നോക്കി FSSAI അപ്രൂവ് ആണ്. അതായത് ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അവര് ഇത് കഴിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ലാതെ കൂടി ലൈസൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ആദ്യത്തെ ദിവസം ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ഉള്ള സംഭവങ്ങളായത്. ആദ്യം തന്നെ ക്ലിനിക്കലി പ്രൂവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത്. കാരണം പല സ്ഥലങ്ങളിലും മുട്ടുവേദന, മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അങ്ങനെ പല പ്രശ്നങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നം, ഈ മെഡിക്കൽ കമ്പനികളൊക്കെ ഈ ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ്, BMD ടെസ്റ്റ് ഒക്കെ ചെയ്യും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട്. അപ്പൊ അവിടെയൊക്കെ കൊടുക്കുന്നത് ഇങ്ങനത്തെ കുറെ വേദന സംഹാരികളും പ്രോഡക്റ്റുകളും ഒക്കെയാണ്. ഞാൻ ഫാർമയിലുള്ള സമയത്ത് ഞാൻ ഒരു പ്രൊഡക്റ്റ് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, റീജോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഗ്ലൂക്കോസമൈൻ പ്ലസ് MSM പ്ലസ് പാരസിറ്റമോൾ. ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തൊരു കോമ്പിനേഷൻ വികൃതമായിട്ടുള്ളത്. അതിന്റെ വില ഭീകരമായ വിലയായിരുന്നു അക്കാലത്ത് തന്നെ. 2 ഗുളിക കഴിക്കണം ഒരു ദിവസം, 2 നേരം. അപ്പൊ ടോട്ടൽ 4 ഗുളിക കഴിക്കണം. അപ്പൊ ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് ഞാൻ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇപ്പോൾ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞു, സുരേഷ് സാറേ, ഞങ്ങൾ ആ പ്രൊഡക്റ്റില് ഇപ്പോൾ നിങ്ങളെ ആ പ്രൊഡക്റ്റിലുള്ള ഒരു സാധനം കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സന്തോഷകരമായിട്ടുള്ള കാര്യം. അപ്പം ഒരു കാര്യം മനസ്സിലായി, നമ്മളുടെ ഫോർമുലേഷൻ അതിഗംഭീരമാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. കാരണം അവർ പാരാസിറ്റമോൾ എടുത്ത് മാറ്റി. പാരാസിറ്റമോൾ എന്താണ്? NSAID ആണ്, നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്. അതാണ് വേദന സംഹാരി. അപ്പോൾ ഈ ഗ്ലൂക്കോസമൈനും MSM കൊടുത്ത് അതിൻ്റെ അത് പാരസെറ്റമോൾ പോലത്തെ വേദന സംഹാരി കൊടുത്തിട്ട് വേദന മുറിക്കുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷെ അവരെന്ത് ചെയ്തു? നമ്മളുടെ ന്യൂട്രിചാർജ് BJയില് റോസിപ്പ് എക്സ്ട്രാക്ട് കണ്ടിട്ട് അവർ പാരസെറ്റമോൾ മാറ്റി റോസിപ്പ് എക്സ്ട്രാക്ട് വെച്ചു കൊടുത്തു. അവിടെ പൈസ ഭയങ്കരമാണ് കേട്ടോ, അത് പറയാം. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് മാൻ എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യം നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ന്യൂട്രിചാർജ് BJ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു, എന്താ പറയുക, ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പല കമ്പനികളും അത്ഭുതത്തോടെ ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നേരത്തെ സാർ പറഞ്ഞതുപോലെ നിങ്ങൾക്കറിയാം, പല ആൾക്കാരും ഇത് കഴിച്ചിട്ട് സൗഖ്യം നേടിയ ആൾക്കാരുണ്ട്. അവർക്ക് വായിൽ ഇങ്ങനെ മുട്ടുന്നുണ്ടാവും, എന്തെങ്കിലും ഒന്ന് പറയണം, ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയണം, ഞാൻ ഇത് കഴിച്ചിട്ട് എനിക്ക് വലിയ ഗുണം ഉണ്ടായിട്ട് അതെനിക്ക് പറയണം. എന്തായാലും നിങ്ങൾക്ക് പറയാം. ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ റെഡിയായി നിൽക്കുക. എന്തായാലും സാർ വിളിക്കും, നിങ്ങൾ എന്തായാലും പറയണം. കാരണം പ്രോഡക്റ്റ് പറഞ്ഞതിന് ശേഷം അതിനെ പറ്റിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ അത് കൂടുതൽ കൂടുതൽ പവർഫുൾ ആക്കി മാറ്റും ആ ഒരു സംസാരത്തെ. റൈറ്റ്? ഓക്കെ. പിന്നെ ഞാൻ എല്ലപ്പം പറയുന്നത് പോലെ തന്നെ ആ AS വി ഗ്രോ ഓൾഡിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. നമ്മളിവിടെ പ്രായം കൂടുന്നത്, നമുക്ക് പ്രായമേ ഇല്ലല്ലോ. വി ആർ യങ് അല്ലേ? നമ്മളെല്ലാപ്പോഴും ചെറുപ്പക്കാരാണ്. വി ആർ യങ്, റൈറ്റ്? അപ്പൊ AS വി ഗ്രോ ഓൾഡിനെ അങ്ങ് മാറ്റാം. പക്ഷെ നമുക്ക് ചില സമയങ്ങളിൽ മുട്ടിൽ വേദന വരാം, മുട്ട് സ്റ്റിഫായി പോകും. അതായത് നമ്മൾ ഉദ്ദേശിച്ച പോലെ മടക്കാനോ നിവർക്കാനോ പറ്റാത്തൊരവസ്ഥ വരും, നീർക്കെട്ടുകൾ വരും. ഇതൊക്കെ നീ ജോയിന്റ്സിൽ വരുമ്പോൾ നമുക്ക് ആ മുട്ട് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതിനർത്ഥം എന്താ? നമുക്ക് വിചാരിച്ച പോലെ എണീറ്റ് നിൽക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരഭാരം ആ മുട്ടിന്റെ മുകളിൽ വെക്കാൻ പറ്റത്തില്ല. കാരണം ഇതിനെ പറയാ, നീ ജോയിന്റ്സിനെ പറയുന്നത്, നമ്മൾ അതിനെ ഒരു ടെർമിനോളജി ഉണ്ട് നമ്മൾ പറയാം, അതാണ് വെയിറ്റ് ബിയറിംഗ് ജോയിന്റ്. അതായത് ശരീരത്തിന്റെ മൊത്തം തൂക്കം അല്ലെ വെയിറ്റ് ഏറ്റെടുക്കുന്നതാണ് നീ ജോയിന്റ്സും, 2 കാലിന്റെ മുട്ട്. അതുകൊണ്ട് ആ കാൽമുട്ടുകൾ വളരെ ആരോഗ്യത്തോടെ നമ്മൾ വെക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം അതിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നൃത്തമില്ലാതെയായി പോകും. നിൽപ്പുണ്ടല്ലോ, നിലനിൽപ്പ് തന്നെ ഇല്ലാണ്ടായി പോകും. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ ഒരു സ്ലൈഡ് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇത് ഞാൻ എല്ലാ പ്രസന്റേഷനും പറയുന്നൊരു കാര്യമാണ്. കാരണം അല്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലത്തെ ഒരു സ്ലൈഡ് വരും. പക്ഷേ ഇവിടെ നിന്നുള്ളതല്ല അവിടെ ഉണ്ടാവുക. ആ ഒരു അരമണിക്കൂർ പ്രയാണത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ആ മാറ്റങ്ങൾ സ്ലൈഡിൽ മാത്രം സംഭവിച്ചിട്ട് കാര്യമില്ല, നിങ്ങളെ മനസ്സിൽ സംഭവിക്കണം, നിങ്ങൾ എഴുതി വെക്കുന്ന നോട്ട്ബുക്കിൽ സംഭവിക്കണം, നിങ്ങളുടെ അറിവിൽ സംഭവിക്കണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ അതിങ്ങനെ പോകുന്നേ ഉള്ളൂ, കുറെ സ്ലൈഡ് പോകുന്ന പോലെ അത് പോകും.
ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം, അതായത് മുട്ടിൽ വേദന, മുട്ട് സ്റ്റിഫ്നെസ് ആയി പോവുക, പിന്നെ സ്വെല്ലിങ്സ് വരുന്ന, അതിന് എന്താ കാരണം? എന്താണ് കാരണം? നമുക്ക് ആ കാരണം നോക്കാം. ഈ കാരണം പറയുമ്പോൾ ചില സമയം നിങ്ങൾക്കെല്ലാം തോന്നും, ആ ഇതൊക്കെ അനുഭവിക്കുന്നതാണല്ലോ, ഇതൊക്കെ ഇന്നലെ ആരോ എന്നോട് പറഞ്ഞല്ലോ, എനിക്കും ചില സമയം തോന്നാറുണ്ടല്ലോ എന്നൊക്കെ തോന്നും. അപ്പൊ എന്താണ്? ഒന്ന്, ഒബേസിറ്റിയാണ്, അമിതവണ്ണം. അമിതവണ്ണം വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാരണം, നമ്മളുടെ മുട്ട് എന്ന് പറഞ്ഞാൽ ഒരു മിതമായ തൂക്കം ഏറ്റെടുക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ അതില് ഈ മുട്ടിന്റെ മുകളിൽ ഒരു ശരീരമല്ലേ ഉള്ളൂ, ഒരു ശരീരത്തിന്റെ വെയിറ്റ്, ഒന്നര ശരീരത്തിന്റെ വെയിറ്റ് പോലും എടുക്കാൻ വയ്യും. പക്ഷെ അത് രണ്ടും മൂന്നും നാലും അഞ്ചും ശരീരത്തിന്റെ വെയിറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥ മുട്ടിന് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതായത് ഒരു ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോൾ ഒരു തൂണ് സൃഷ്ടിക്കുമ്പോൾ ഒരു ഫ്ലോറിന് വേണ്ടിയിട്ടുള്ള തൂണിന്റെ ബലം എന്താണോ, ആ ബലത്തിന്റെ മുകളിൽ നാല് ഫ്ലോർ കെട്ടിയാൽ എന്തായിരിക്കും? ആ തൂണ് ഒടിഞ്ഞു പോകും. അതാണ് ഇവിടെ നടക്കുന്നത്. ഈ മുട്ടിന് ഏറ്റെടുക്കാനുള്ള ഒരു നിശ്ചിത അളവിന്റെ തൂക്കമേ ഉള്ളൂ. അവിടെയാണ് നമ്മൾ ഈ അമിത വണ്ണം കൊണ്ട് ഭീകരമായ ഒരു വെയിറ്റ് കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പം മുട്ട് വിചാരിച്ച പോലെ പ്രവർത്തിക്കാൻ മുട്ടിന് പറ്റില്ല, അത് ശോഷിക്കപ്പെടും, അതിന് വേദന ഉണ്ടാവും. എക്സസീവ് യൂസേജ്. ഈ എക്സസൈവ് യൂസേജ് എന്ന് പറയുമ്പോൾ ഒരു ഒരു വിരോധാഭാസമായി തോന്നും. കാരണം ഇത് യൂസ് ചെയ്യാനുള്ളതല്ലേ, നമ്മൾ എല്ലാം പോയി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കേടായി പോകുന്ന സാധനമാണെങ്കിൽ പിന്നെ എന്തുവാ അതിനെ കൊണ്ട് കാര്യമുള്ളൂ? നമുക്ക് മരിക്കുന്നത് വരെ നടക്കാനുള്ളതല്ലേ, ആജീവനാന്തം നടക്കാനുള്ളതല്ലേ, ഒരു ദിവസം കൂടി നമുക്ക് ഇരിക്കാനുള്ളതല്ലോ. അപ്പൊ എക്സസീവ് യൂസേജ്, ഇതിന്റെ ഉദ്ദേശം ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടോ വെയർ ആൻഡ് ടിയർ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മളിപ്പോ മിഷൻ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന് ഇടയ്ക്കിടയ്ക്ക് ഓയിലിംഗ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് എണ്ണ വെച്ചതിന് ചെയ്യും, പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ ഒന്ന് ഓവറോളിംഗ് ചെയ്യും, അതിനെ സർവീസ് ചെയ്യും. അതുപോലെ നമ്മുടെ ശരീരത്തിനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ ഈ എക്സസീവ് യൂസേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശരീരത്തിനെ യൂസ് ചെയ്യുന്ന മുറയ്ക്ക് അതനുസരിച്ച് തന്നെ നമ്മൾ ഒരു പോഷകങ്ങൾ കൊടുത്ത് അതിനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കണം, അതിന് വ്യായാമം ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ എല്ലാം കൃത്യതയോടെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ എക്സസീവ് യൂസേജ് കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ ഉണ്ടാവില്ല. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത്തത് ലെസ് യൂസേജ്. അത് പിന്നെ തീരെ പ്രശ്നമേ ഇല്ലാത്തത്. ഒരു കഥക് നമ്മൾ കാലാകാലം തുറക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഒരു 2 വർഷം കഴിഞ്ഞ് തുറക്കാൻ പോയി കഴിഞ്ഞാൽ അത് ആകെ ജാമായി പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനത്തെ ഒരു കക്ഷി ഇവിടെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇത് ലെസ് യൂസേജ് എന്താ പറയണം, അമിതമായിട്ടുള്ള വണ്ണമാണ്, ജങ്ക് ഫുഡുകൾ മാത്രം കഴിക്കുന്നു, ഇരുന്നടിക്ക് നടിക്കുന്നില്ല, നടത്തമില്ല, വ്യായാമില്ല. ഇദ്ദേഹത്തിന് പിന്നെ പറഞ്ഞിട്ട് കാര്യം, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഇസ് ദ വേഴ്സ്റ്റ് തിങ് ടു ഹാപ്പൻ ഇൻ ലൈഫ്. ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട കാര്യം, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ അത് മാറ്റണം. നമ്മൾ ദിവസേന ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്തിരിക്കണം. ഇങ്ങനെ ലെസ് യൂസേജ് ഉണ്ടെങ്കിൽ അതിന് പിന്നെ ഒരു കാര്യമില്ല. കാരണം ഇങ്ങനത്തെ കക്ഷി ഒരു കാരണവശാലും പോഷകം കഴിക്കുന്നുണ്ടാവില്ല. കാരണം അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതി കണ്ടാൽ അറിയാം, അദ്ദേഹത്തിന്റെ ശരീരം കണ്ടാൽ അറിയാം. അപ്പോൾ അത് കൂടുതൽ മാരകമായി മാറും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലാക്ക് ഓഫ് ന്യൂട്രിഷൻ ഈസ് ദ മെയിൻ തിങ്. ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ ലഭ്യമാവുന്നില്ല സുഹൃത്തുക്കളെ. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ചില ആൾക്കാരോട് ചോദിക്കും, സാർ ഇങ്ങനെയാവുന്നതിന്റെ കാരണം എന്താ? ഇങ്ങനെയല്ല, എന്താവുന്നതിന്റെയും കാരണം നമ്മളെ ശരീരത്തിൽ വേണ്ട അളവിൽ പോഷകങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞല്ലോ PVMFO, ഇപ്പൊ നമ്മൾ അതിൻ്റെ കൂടെ A ചേർത്തിട്ടുണ്ട്. സോ PVMFOA ഇത് കഴിക്കുന്നില്ലെങ്കിൽ, ഇതാണ് ആരോഗ്യത്തിന്റെ അടിത്തറ. ഇതാണ് രാവിലെ നമ്മൾ കഴിച്ചു തുടങ്ങേണ്ടത്. ഇതിന് നമ്മൾ പവർഫുൾ ബ്രേക്ക്ഫാസ്റ്റ്, പവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പറയാം. അപ്പൊ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒരു ദിവസം തുടങ്ങിയാൽ നമുക്ക് പ്രോട്ടീൻ കിട്ടും, നമുക്ക് വൈറ്റമിൻ കിട്ടും, നമുക്ക് മിനറൽ കിട്ടും, നമുക്ക് ഫൈബർ കിട്ടും, നമുക്ക് ഒമേഗ കിട്ടും, നമുക്ക് ആന്റി ഓക്സിഡന്റ്, ഇതിനകത്തൊക്കെ ആന്റി ഓക്സിഡന്റ് ഉണ്ടെങ്കിലും നമുക്ക് ഗാമർജലും കൂടി കഴിക്കുമ്പോൾ PVMFOA ആയി മാറും. അപ്പൊ ഇത് കൃത്യമായിട്ട് കഴിക്കുമ്പോൾ ശരീരത്തിന്റെ കുറവുകൾ രാവിലെ തന്നെ നികത്തപ്പെടുക ചെയ്യുന്നത്. പിന്നെ അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ പറഞ്ഞില്ലേ, ഇത് ഇത്ര കഴിക്കണം, ശരിയായ അളവിൽ പ്രോട്ടീൻ കഴിക്കുക, ശരിയായ അളവിൽ വൈറ്റമിൻസ് മിനറൽസ് കഴിക്കുക, ശരിയായ അളവിൽ ഒമേഗ കഴിക്കുക, ശരിയായ അളവിൽ ഗാമ കഴിക്കുക, അങ്ങനെയൊക്കെ കഴിച്ചു വരുമ്പോൾ ചുരുക്കത്തിൽ നമ്മളെ ശരീരത്തിലെ പോഷക ന്യൂനത എന്തായാലും തരണം ചെയ്യപ്പെടും. ഒന്നത്. രണ്ടാമത്, നമ്മൾ അനാരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി, അനാരോഗ്യപരമായിട്ടുള്ള ഭക്ഷണശൈലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്താൽ രണ്ടിനും യാതൊരു ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് കഴിക്കുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ ജീവിതശൈലി ഒരു ഡിസിപ്ലിൻഡ് ആക്കി കൊണ്ടുവരണം. പല അനാരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റണം. അമിതമായി കഴിക്കുന്ന ചില സാധനങ്ങൾ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണെങ്കിൽ ഉടനെ നിർത്തണം. ഓക്കെ. ഇതെല്ലാം കൂടി വരുമ്പോൾ നമ്മളുടെ എല്ലുകൾ വീക്ക് ആവും. ഇവിടെ കണ്ടോ നിങ്ങൾ, മുട്ടിന്റെ ജോയിന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ആ മുകളിലോട്ട് പോകുന്ന, ഞാൻ കർസർ കൊണ്ടുപോയി കാണിക്കാം. ഇത് മുകളിലോട്ട് ഈ പോകുന്ന ഭാഗത്തിനെയാണ് തുടയെല്ല് എന്ന് പറയാം മലയാളത്തിൽ, അങ്ങനെയാ തോന്നുന്നു പറയാം. പക്ഷെ ഇംഗ്ലീഷിൽ മെഡിക്കൽ ടൈമിൽ അത് ഫീമർ എന്നാ പറയാ. താഴോട്ട് പോകുന്നത് ടിബിയ എന്നാണ്. ഇത് രണ്ടിന്റെയും ജോയിന്റ് ആണ്. ഇനി പക്ഷെ ജോയിന്റ് എന്ന് പറഞ്ഞാൽ ജോയിന്റ് അല്ല താനും. ഇറ്റ്സ് നോട്ട് എ പെർട്ടിക്കുലർ പെർഫെക്റ്റ് ആയിട്ടുള്ള ജോയിന്റ് ഒന്നല്ല, ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. കാരണം ഇതിന്റെ എഡ്ജിൽ, ഈ എല്ലിന്റെ ഈ എഡ്ജിലൊക്കെ കാർട്ടിലേജ് ഉണ്ടാവും. ഓക്കെ.
ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ നിങ്ങൾ, ഇതൊക്കെ ഒരുമാതിരി ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ബോൺ സ്റ്റാർട്ടഡ് ബിക്കമിങ് അബ്സല്യൂട്ട്ലി വീക്ക്. അതങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ തുടർന്നുകൊണ്ടേയിരിക്കും. തുടർന്ന് പോയി കഴിഞ്ഞാൽ ഈ രണ്ട് എല്ലുകളിൽ നടുവിലുള്ള ഗ്യാപ്പും ഇല്ലാതെയാവും. കാരണം ഇത്തിരി ഹാർഡായിട്ടുള്ള എല്ല് തേയ്മാനം വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ അടുത്തുള്ള തരണാസ്ഥി എന്ന് പറയുന്ന ഉണ്ടല്ലോ കാർട്ടിലേജ്, അത് മൊത്തം ദ്രവിച്ചു പോകും, അത് കഴിഞ്ഞു പോകും. അപ്പൊ പിന്നെ രണ്ട് എല്ലുകളും ഒരുമിച്ച് വന്നങ്ങ് മുട്ടും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം, എക്സ്റേ പിക്ചറൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഈ വീക്ക് ബോൺസ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നീ ജോയിന്റ് കാർട്ടിലേജിനെ ഡാമേജ് ചെയ്യും. അപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു റോസ് കളറിൽ കാണുന്നത് ഇത് കാർട്ടിലേജ് ആണ്. പിന്നെ ഈ ഇതെല്ലാം അതിൻ്റെ അകത്തുള്ള നെർവ് എൻഡിങ്സ് ആണ്, നെർവ്സ് ആണ് അതൊക്കെ. അപ്പോൾ ഇതങ്ങ് തയഞ്ഞ് തീർന്നു പോയി കഴിഞ്ഞാൽ ഈ രണ്ട് എല്ലുകളും തമ്മിൽ ഉരസാൻ തുടങ്ങും. അപ്പൊ ഇത് തയഞ്ഞു തുടങ്ങുന്നതിന്റെ മുന്നേ ഇതിന്റെ രണ്ടിന്റെ നടുക്ക്, അത് ഞാൻ കാണിച്ചു തരാം, അടുത്ത ചിത്രത്തിൽ ഉണ്ടാവും. ഇതാണ് ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. ഇതാണ് ഫീമർ, മുകളിലത്തെ തുടയെല്ല്, ഇത് താഴെ ടിബിയ. ഇതിന്റെ രണ്ടിന്റെയും എൻജലി വൈറ്റ് കളറായിട്ട് കാണുന്നത് കാർട്ടിലേജ് ആണെന്ന് കണക്കാക്കുക. ഈ നീല നിറത്തിലുള്ളത് ഇത് ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഓക്കെ, അതാണത്. പിന്നെ ഇതെല്ലാം ഇങ്ങനെ കവേർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സംഭവം, ലിഗമെന്റ്സ് ഒക്കെയാണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനെ കൂടി നിൽക്കുന്നതാണ് യഥാർത്ഥ ആരോഗ്യമുള്ള ഒരു 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 എന്താണ് പറയുക, നീ ജോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ട രണ്ട് എല്ലുകളും ജോയിന്റ് അല്ല. അപ്പൊ ഇവിടെ ഇത് വീക്കായി തുടങ്ങിയാൽ ഇതിനാണ് നമ്മൾ പറയുന്നത്, നമ്മൾ കൃത്യമായിട്ട് വെള്ളമൊക്കെ കുടിക്കണം എന്നൊക്കെ പറയുന്നതിനെല്ലാം കാരണം ഈ ലൂബ്രിക്കേഷൻ വേണമെങ്കിൽ, കാരണം ഈ കാർട്ടിലേജിന്റെ അകത്ത് MSM എന്ന് പറയുന്ന മിഥൈൽ സൾഫോനിൽ മിഥേൻ ഉണ്ട്. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ അത് കോശങ്ങളുള്ള സാധനം, അത് ഇങ്ങനെ വലിച്ചെടുക്കും വെള്ളത്തിനൊക്കെ. അപ്പൊ ലൂബ്രിക്കേഷൻ ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ വെള്ളമൊക്കെ കുറവാണെങ്കിൽ ഇതൊക്കെ ഡ്രൈ ആയി പോകും. അപ്പൊ ഇതൊക്കെ ഡ്രൈ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യ അനുഭവം എന്തായിരിക്കുന്നത്, ഇങ്ങനെ കട്ട എന്നൊരു സൗണ്ട് വരും. നിങ്ങൾ മടക്കുമ്പോൾ നിവർക്കുമ്പോൾ ചില കരണ്ട് ഇരിക്കുന്ന പോലത്തൊക്കെ ഫീൽ ചെയ്യും. വല്ലാതെ മടക്കുമ്പോഴും സൗണ്ട് വരും. അതാണ് ആദ്യത്തെ ലക്ഷണം വരിക. ഇപ്പം തന്നെ നിങ്ങൾ ഇരുന്നടിക്ക് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അല്പം സീറ്റിന്റെ എഡ്ജിലേക്ക് പോകുക, രണ്ട് കൈപ്പത്തി നിങ്ങൾ മുട്ടിന്റെ മുകളിൽ വെക്കുക, എന്നിട്ട് രണ്ട് മുട്ടുകളും നല്ലോണം അകത്തോട്ട് മടക്കുക, എന്നിട്ട് നല്ലോണം മുകളിലോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിവർത്തുക. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തു നോക്കൂ. നിങ്ങളെ കൈപ്പത്തികളിൽ മുട്ടിൽ നിന്ന് കട്ടപ്പെട്ട എന്ന സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഗെറ്റ് റെഡി എന്നാ പറയാനുള്ളൂ. അതുകൊണ്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യേണ്ട, കാരണം എന്റെ ക്ലാസ് പിന്നെ കേൾക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. നിങ്ങൾ ടെൻഷൻ അടിച്ചു. പക്ഷെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഈ പ്രൊഡക്റ്റ് നിങ്ങളെ വളരെ അധികം ആരോഗ്യത്തിലേക്ക് ഉടനെ തന്നെ കൊണ്ടുവരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷെ എന്നാലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന്. കാരണം ഈ കട്ടപ്പെട്ട എന്നുള്ള സൗണ്ട് ഇറ്റ് ഈസ് എ സിഗ്നൽ ദാറ്റ് ഇറ്റ് ഈസ് ബിക്കമിങ് വീക്ക്. ഓക്കെ, അപ്പോൾ സൈനോവൽ ഫ്ലൂയിഡ് ഇല്ലാതെയാവുന്നു, അത് ഡ്രൈ ആയി പോകുമ്പോൾ ആ ലൂബ്രിക്കേഷൻ ഇല്ലാതെയാവുന്നു, അപ്പോൾ കാർട്ടിലേജ് തമ്മിൽ ഉരസുന്നു. പിന്നെ ഇതിന്റെ പുറമെ നല്ല വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത് പെട്ടെന്ന് എല്ലാം സംഭവിക്കും. കാരണം വെയിറ്റ് നല്ലോണം തള്ളി വരും, രണ്ട് മുട്ടും വരുന്ന് കാർട്ടിലേജ് പോയി രണ്ട് എല്ലുകൾ ഉരസാൻ തുടങ്ങും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എക്സ്റേ പിക്ചർ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആരോഗ്യമുള്ള മുട്ട്. അവിടെ നിങ്ങൾക്ക് കാണാം രണ്ട് എല്ലിന്റെയും നടുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, നോർമൽ ജോയിന്റ് സ്പേസ് ആണ്, റൈറ്റ്. പക്ഷെ അതേ സംഭവം വലതുഭാഗത്ത് പോകുമ്പോൾ നിങ്ങൾ കാണാം ജോയിന്റേ ഇല്ല അവിടെ. ഉണ്ടോ? ലെഫ്റ്റിൽ നീല നിറത്തിൽ കാണിച്ചത്, റൈറ്റിൽ ചുവന്ന എയറോ വെച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടെ ജോയിന്റുകൾ അടഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ജോയിന്റ് അടഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ട് നമുക്ക് മുട്ട വളക്കാനോ മടക്കാനോ പറ്റാത്തൊരവസ്ഥ വരും. കാർട്ടിലേജ് പോയി കഴിഞ്ഞു, സൈനോവൽ ഫ്ലൂയിഡ് പോയി കഴിഞ്ഞു, ലാസ്റ്റില് കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി അങ്ങ് ഫ്യൂസ് ആവും, അങ്ങനെ അങ്ങ് വെൽഡിങ് ചെയ്ത പോലെ ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ അതിഭയാനകമായിട്ടുള്ള വേദനയുണ്ടാവും. പിന്നെ വലിയ ശരീരം വെയിറ്റ് ഉള്ളതാണെങ്കിൽ പതുക്കെ ചില ആളെ നിങ്ങൾക്ക് കാണാം ബ്രാക്കറ്റഡ് ലെഗ്സ് ആയി മാറും. ഈ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കില്ലേ, നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഈ കാല് തുടയല് മുതൽ താഴെ വരെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, സ്ട്രെയിറ്റ് ലൈൻ. പക്ഷെ ചില ആൾക്കാർ നിങ്ങൾ കാണുമെങ്കിൽ നിൽക്കുമ്പോഴേക്ക് മുട്ടിന്റെ അവിടെ നിങ്ങൾ താഴോട്ട് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ പോലെയാണ് ഉണ്ടാവുക. അതിനർത്ഥം ബ്രാക്കറ്റഡ് ലെഗ്സ് ആയി. അപ്പൊ ഈ രണ്ടും സ്ട്രെയിറ്റ് ആകുമ്പോൾ രണ്ട് എല്ലുകളും ഇങ്ങനെയല്ലേ നിൽക്കുക. അപ്പം യൂസ്ലി എന്താ പറയാ, ഈ വെയിറ്റ് പെർഫെക്റ്റ് ആയിട്ട് താഴെ വരെ പോകും. അതുകൊണ്ട് മുട്ടിനൊരു അധികം പ്രഷർ കാണില്ല. പക്ഷെ ഇതിങ്ങനെ വളഞ്ഞു പോയാലോ, ഇങ്ങനെയാ പോവുക. അപ്പൊ ഒരു തട്ട് തിട്ടിയാൽ മതി, അത് ഭീകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അപ്പോൾ കണ്ടിന്യൂസ് വെയർ ആൻഡ് ടിയർ കാർട്ടിലേജിൽ സംഭവിക്കുന്നു, സൈനോവൽ ഫ്ലൂയിഡ് തീരെ ഇല്ലാതെയായി പോകുന്നു. അങ്ങനെയാകുമ്പോൾ ഇത് വല്ലാതെ ഫ്രിക്ഷൻ ഉണ്ടാക്കും രണ്ട് എല്ലുകളിലും. അങ്ങനെ നീ ജോയിന്റ്സ് കംപ്ലീറ്റ് ഫ്യൂസ് ആയി പോകും. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക കൂടുതലും നമ്മൾ സ്റ്റെയർ കേസ് കയറുമ്പോഴാണ്. പക്ഷെ സ്റ്റെയർ കേസ് ആൾക്കാർ കയറുന്നില്ലല്ലോ, അപ്പൊ പിന്നെ എങ്ങനെ മനസ്സിലാകുക? നമുക്ക് എല്ലാവരും ലിഫ്റ്റിലല്ലേ പോകുന്നത്. പക്ഷെ നമ്മൾ ഇരിക്കുക, നടക്കുക, എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ കട്ടപ്പെട്ട എന്നുള്ള സൗണ്ട് വരുന്നത് കാണാം. ഓക്കെ, സാധാരണ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നേരെ പെയിൻ കില്ലേഴ്സ് കഴിക്കും. പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ
ഈ വേദന സംഹാരി എന്നല്ലേ അതിന്റെ പേര് തന്നെ. അപ്പൊ വേദനത്തിനെ സംഹാരം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഉത്ഭവം എന്താണോ അതിനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ആ വേദന വന്നുകൊണ്ടിരിക്കുന്ന, ആ ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേദന. പക്ഷെ ഈ വേദന സംഹാരിക്കുന്നുണ്ട്, വേദനിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള ആ വേദനയുടെ ഉത്ഭവം അതങ്ങ് മറച്ചു വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ കിടപ്പുണ്ട് സാധനം. പക്ഷെ നമ്മൾ വേദന അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഈ അനസ്തേഷ്യക്ക് കൊടുക്കുന്ന പോലെ മുറിവ് ഇവിടെ കീറുന്നുണ്ട്, മുറിക്കുന്നുണ്ട്, വേദന അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടി ആ ഭാഗം കംപ്ലീറ്റ്ലി അങ്ങ് ഡെഡാക്കി കളയും. അതുപോലെയാണ് ഈ പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ നല്ല വ്യത്യാസം വന്നു കേട്ടോ, നല്ല ഗുളികയായിരുന്നു, അത് കഴിച്ചപ്പോൾ ഇപ്പോൾ വേദനയൊന്നും ഇപ്പൊ മുട്ട് നല്ലോണം ആക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നറിയോ, കുറച്ചും കൂടി അങ്ങ് ലാഘവത്തോടെ എടുക്കാൻ തുടങ്ങും. കാരണം മുട്ടിന് വേദന ഇല്ലല്ലോ, അപ്പൊ കൂടുതൽ പ്രഷർ മുട്ടിന് കൊടുക്കാൻ തുടങ്ങും. പക്ഷേ പ്രശ്നം എന്താ ഇവിടെ, ഈ വേദന സംഹാരി നമുക്ക് കൂടുതൽ കാലം കഴിക്കാൻ പറ്റത്തില്ല. യു ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ എ വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. കൂടുതൽ കാലം കഴിച്ചാൽ അതിന്റെ സൈഡ് എഫക്ട് അതിഭയാനകമാണ്. അപ്പൊ എന്താണ് പറയാ, എടുത്തതിനേക്കാളും വലിയ കഷ്ടപ്പാടില്ല നമ്മൾ. അതേപോലെ പെയിൻ കില്ലേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണോ ഈ വേദന വന്നിരിക്കുന്നത്, ഈ നമ്മളുടെ അസ്ഥിയുടെ ജോയിന്റുകൾ, ഈ സന്ധികളിൽ നിന്ന് വരുന്ന വേദന എന്തുകൊണ്ടാണോ ആയത്, അതിനത് ക്യൂറൊന്നും ചെയ്യുന്നില്ല. അതവിടെ തന്നെ കിടപ്പുണ്ട്, അത് കണ്ടിന്യൂസ് ആയിട്ട് വേദന വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് വരുന്നതിനെ ബ്രെയിനിലും സ്പൈനൽ കോഡിലേക്ക് ഒന്നും എത്തിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം, അവിടെ വേദന കിടപ്പുണ്ട്. അങ്ങനെയാകുന്നതുകൊണ്ട് എന്താ സംഭവിക്കാന്നറിയോ, വേദന അറിയാത്തത് കൊണ്ട് നമ്മൾ ആ വേദന ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്ന മുട്ടിനെ അതിഭയാനകമായിട്ട് വീണ്ടും നമ്മൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്തുണ്ടാവും, ദാറ്റ് ഈസ് വാട്ട് വി സെഡ്, ഇൻസ്റ്റെഡ് വി ടെൻഡ് ടു ഓവർ യൂസ് അവർ നീ ജോയിന്റ് വെൻ വി ഫീൽ ലെസ് പെയിൻ. വേദന കുറവാകുമ്പോൾ ആ വേദനിക്കുന്ന ഭാഗം നമ്മൾ അറിയുന്നില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ ഓവർ യൂസ് ചെയ്യും. അപ്പൊ ഓവർ യൂസ് ചെയ്താൽ വേദന നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി, അവിടെ എന്തെങ്കിലും ശരിയാണ്, അതിഭയാനകമായ അവസ്ഥയിലേക്ക്. പിന്നെ പെയിൻ കേസ് കൂടുതൽ കാരണം അത് എസിഡിറ്റി ഉണ്ടാക്കും, നമ്മുടെ ശരീരത്തിലെ പല ഇമ്പോർട്ടന്റ് ഓർഗൻസിനെ അത് ഡാമേജ് ചെയ്യും, പ്രത്യേകിച്ച് ഹാർട്ട്, കിഡ്നീസ്, ഈവൻ ലിവർ. അപ്പൊ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പെയിൻ കില്ലേഴ്സിന് ലിമിറ്റേഷൻസ് ഉണ്ട്, റൈറ്റ്. അപ്പോൾ ലാസ്റ്റിൽ എത്തിപ്പെടുക എവിടെയാണെന്നറിയോ, ഈ കാണിച്ചതിലേക്ക്, നീ റീപ്ലേസ്മെന്റ് സർജറി. ഇല്ലെങ്കിൽ അതിനൊരു പുതിയ ഭാഷയും കൊടുത്തിട്ടുണ്ട്, TKR എന്നാ പറയുക. ഓക്കെ, TKR എന്താണ് ഈ TKR? ടോട്ടൽ നീ റിപ്ലേസ്മെന്റ്. മൊത്തത്തിൽ മുട്ടെടുത്തങ്ങ് മാറ്റി. മുട്ടുണ്ടായാലല്ലേ മുട്ട് വേന ഉണ്ടാവും. മുട്ടങ്ങെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തോ വേന അടിക്കുന്നു ഇല്ല. അതുകൊണ്ട് മുട്ട് മൊത്തം എടുത്ത് മാറ്റി. അതുകൊണ്ട് നമുക്ക് ആർക്കും സംശയമില്ല. അപ്പൊ ടോട്ടൽ നീ റിപ്ലേസ്മെന്റ് മാത്രമാണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കി എന്താ നടക്കുന്നത്, ദൈവം തന്നിരിക്കുന്ന ആ നാച്ചുറൽ ആയിട്ട് അസ്ഥികൾ കൊണ്ടുണ്ടാക്കിയ മുട്ട് മുറിച്ചു മാറ്റിയിട്ട് ഏതോ ഒരു ലാബിലോ കമ്പനിയിലോ ഉണ്ടാക്കിയിരിക്കുന്ന ഏതോ ഒരു മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എല്ല് കൊണ്ടുവന്നിട്ട്, മുട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യാതെ. ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മുട്ട് ജോയിന്റ് എവിടെയാ ചെയ്യുന്നത്, ആ വീക്കായിട്ടുള്ള അസ്ഥികളിൽ തന്നെയല്ലേ. മുട്ട് മാത്രമല്ലേ മുറിച്ചു മാറ്റിയിട്ടുള്ളൂ, അതിന്റെ മുകളിലുള്ള എല്ലിലല്ലേ മുകൾ ഭാഗം ഫിറ്റ് ചെയ്യുന്നത്, താഴെയുള്ള എല്ലിലല്ലേ താഴ്ഭാഗം ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു പുതിയ സാധനമാണ് ശരീരത്തിൽ കയറിയിരിക്കുന്നത്. ഇത് വന്ന് ശരിക്കും പിടിക്കണം. പക്ഷെ ഈ എല്ലിന്റെ വളർച്ച ആ പ്രായത്തിലൊന്നും അധികം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിനെ ഹോൾഡ് ചെയ്യാൻ കുറെ സമയം എടുക്കും. ഹോൾഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്തതിനെ കൊണ്ട് യാതൊരു ഗുണം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അതേപോലെ വേദനയായിരിക്കും. അന്ന് നടന്നതുപോലെ, പണ്ട് നടന്നതുപോലെ പോലും നിങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത മുട്ടിന് വീണ്ടും ഒരു ഓപ്പറേഷൻ സാധ്യമല്ല. പക്ഷെ ആദ്യമായി ചെയ്യുമ്പോൾ നല്ല കാശ് കൊടുക്കണം. ഇത് ദർ ഇസ് നോ ഗ്യാരണ്ടി ഓൾസോ, ദാറ്റ് ഇസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഏതെങ്കിലും ഒരു മുട്ട് മാറ്റി വെക്കുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചോളൂ, സർ 100% ഗ്യാരണ്ടി ഉണ്ടോ? കാരണം അത്രയും പൈസ കൊടുത്തിട്ടില്ല നിങ്ങൾ ചെയ്യുന്നത്, ഫ്രീ ആയിട്ടൊന്നല്ലല്ലോ. ഓരോ ഹോസ്പിറ്റലും ഡോക്ടേഴ്സിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ റേറ്റ്. 4 ലക്ഷം മുതൽ അങ്ങ് പോകുന്നുണ്ട് ഇത്, സറസറോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ പോയ ഹോസ്പിറ്റലുകാരൻ നമ്മളോട് പറയാണ് 5 ലക്ഷമാണ് ഒരു മുട്ട് മാറ്റി വെക്കലിന്. അപ്പൊ 2 മുട്ട് നമുക്കുണ്ട്, 10 ലക്ഷം എന്തായാലും കാണണം. അപ്പൊ ഈ 5 ലക്ഷം കൊടുത്തിട്ട് നിങ്ങൾ മുട്ട് മാറ്റി വെക്കാൻ റെഡി ആയാൽ, അതിന് പല എക്സാമ്പിളും കാണിച്ചു തരും. ഇതിന്റെ മുന്നേ ചെയ്ത ആൾക്ക് ഇങ്ങനെ ഉണ്ട്, അതൊക്കെ ശരി സാർ, കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്, അറിയാം സാർ, സാറ് ചെയ്തൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് 100% ഗ്യാരണ്ടി തരാൻ പറ്റുമോ? എന്നാലേ നമ്മൾ ഈ 5 ലക്ഷം കൊടുക്കേണ്ട ആവശ്യം. അപ്പോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ഉത്തരവും കിട്ടത്തില്ല. വി കനോട്ട് ഗിവ് യു 100% ഗ്യാരണ്ടി. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ ഹെൽത്ത്. പിന്നെ ഇത്ര കാലമായിട്ട് ഈ സംഭവമുണ്ട്, എല്ലിന്റെ സാന്ദ്രത എല്ലാം ഡിപ്പെൻഡന്റ് ആണ്. പക്ഷെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നടത്തം തീരെ ഇല്ലാതെയാവാനുള്ള സാധ്യതയും കൂടുതലാണെന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ലെങ്കിൽ വൈ യു ഷുഡ് ഗോ? ബിക്കോസ് നീ റീപ്ലേസ്മെന്റ് സർജറി ഈസ് യൂഷ്വലി നോട്ട് ഡൺ ട്വൈസ്. 2 പ്രാവശ്യം 2 തവണ ചെയ്യത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി എക്സ്ട്രീംലി ഡിഫിക്കൾട്ട്,
ബട്ട് ഓൾസോ ഡസ് നോട്ട് ഗെറ്റ് ദി എക്സ്പെക്റ്റഡ് റിസൾട്ട്. ആദ്യത്തെ പ്രാവശ്യം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ. അപ്പോൾ വേൾഡ് ക്ലാസ് ക്ലിനിക്കലി പ്രൂവൺ ന്യൂട്രീഷൻ സപ്ലിമെന്റ്, അതാണ് ന്യൂട്രിചാർജ് BJ. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ കിറ്റ് പാക്ക് കേട്ടോ. ഒരു സൈഡ് ടാബ്ലറ്റ് ആണ്, അപ്പോൾ ഒരു സ്ട്രിപ്പിൽ 15 ഗുളിക, അങ്ങനെ 2 സ്ട്രിപ്പ്, അപ്പോൾ 30 ദിവസത്തേക്കുള്ളത്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു സെഷെ കാണാം, അത് 30 സെഷെ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇത് രണ്ടും കൂടി ചേർന്ന് കഴിക്കുമ്പോൾ നമുക്ക് മുട്ടിന് ബലം കിട്ടുന്നു, അതേപോലെ വേദന, സന്ധികളുള്ള വേദന, അതേപോലെ വീക്ക്നെസ്, കാർട്ടിലേജിന്റെ ടിയറി ഓഫ്, അതായത് തേയ്മാനം വന്നിരിക്കുന്നത്, അതിനൊക്കെ പോഷകങ്ങൾ നൽകിക്കൊണ്ട് അതിനെ വീണ്ടും ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ ഒരു ഡ്രഗോ അല്ല ഇത്. ഇത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അതിലേക്ക് പോഷകങ്ങൾ, അതിനുള്ള പോഷകങ്ങൾ നൽകിക്കൊണ്ടാണ് അത് ആരോഗ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇതാണ് ക്ലിനിക്കലി പ്രൂവൺ സർട്ടിഫിക്കറ്റ്. ഇത് ഇഷ്ടംപോലെ ഞാൻ കൊടുത്തതാണ് ആ കാലത്ത്. അപ്പം എന്തായാലും പുതിയ കുറെ ആൾക്കാർ ഇപ്പോൾ നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടും എന്തായാലും എത്തിക്കാം. സോ വിൽ പ്രൊവൈഡ് യു ആസ് സൂൺ ആസ് പോസിബിൾ. പിന്നെ ന്യൂട്രിചാർജ് BJ ടാബ്ലറ്റ്സ് ആൻഡ് പൗഡർ, അത് നമുക്കൊന്ന് മനസ്സിലാക്കാം എന്താണ് പൗഡറിലുള്ളത്, എന്താണ് ടാബ്ലറ്റിലുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഫോർ ബോൺ ആൻഡ് ജോയിന്റ് ഹെൽത്ത്. അപ്പോൾ പൊടിയുടെ അകത്തുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ ഹൈ ക്വാളിറ്റി മിൽക്ക് കാൽഷ്യം. ഓക്കെ, മിൽക്ക് കാൽഷ്യം. ഇപ്പോൾ കാൽഷ്യത്തിലെ ഏറ്റവും ഉത്തമമാണ്, ഏറ്റവും പവർഫുൾ ആണ് മിൽക്ക് കാൽഷ്യം. അപ്പോൾ അതാണ് മിൽക്ക് കാൽഷ്യമാണ്. രണ്ടാമത്തത് മഗ്നീഷ്യം, ദെൻ നമ്മളെ ഇന്യൂലിൻ, അതാണ് ഈ ജസ്റ്റ് ന്യൂട്രിചാർജ് BJ കഴിക്കുമ്പോൾ ചില ആൾക്ക് വയറിളകുന്നത്. ഇറ്റ്സ് എ ഡയറ്ററി ഫൈബർ. അപ്പോൾ നമ്മളുടെ വയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഈ ഇൻഗ്രീഡിയൻസ് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെക്കുക. പിന്നെ റോസിപ്പ് എക്സ്ട്രാക്ട്, അതിന് ശേഷമുള്ളത് വൈറ്റമിൻ D. ഇതാണ് നമ്മളെ ടാബ്ലറ്റിലുള്ളത്, ഐ മീൻ പൊടിയിലുള്ളത്. ടാബ്ലറ്റ് എന്തൊക്കെയുള്ളത്? ടാബ്ലറ്റിലുള്ളതാണ് ഗ്ലൂക്കോസോമൈൻ ഹൈഡ്രോക്ലോറൈഡ്, ദെൻ MSM, ദെൻ വൈറ്റമിൻ K27. വൈറ്റമിൻ K തന്നെ നല്ല പവർഫുൾ ആണ്, പക്ഷെ അതിനേക്കാളും ലേശം കൂടി അതുക്കും മേലെന്നൊക്കെ നമ്മൾ പറയൂലേ, അതാണ് വൈറ്റമിൻ K27. ദെൻ വൈറ്റമിൻ D, ദെൻ ബോസ്വേലിയ, അങ്ങനെ ബ്രോമലീൻ, ദെൻ മാഗ്നീസ് കൂടിയിട്ട് കോപ്പർ, ദെൻ ബോറോൺ, എല്ലാം കൂടിയിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു ഉത്തമ പ്രൊഡക്റ്റാണ്. അപ്പൊ ഈ പൊടി എന്താ ചെയ്യുന്നത്? പൊടി നമ്മളുടെ എല്ലുകൾക്ക് പോഷണം, അതിന് ന്യൂട്രീഷൻ കൊടുത്തുകൊണ്ട് അത് വളരെയധികം സ്ട്രെങ്തനിങ് ആക്കും. ടാബ്ലറ്റ് എന്താ ചെയ്യുന്നത്? കാർട്ടിലേജിനെ രക്ഷിക്കുകയും ചെയ്യും, ജോയിന്റ് ഫ്ലൂയിഡിനെ വീണ്ടും ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത ചെയ്യും. ഇത് 3-way ആക്ഷനാണ്. അതുകൊണ്ടാണ് ഇത് കഴിക്കുമ്പോൾ ആദ്യം തന്നെ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കാലിൽ എവിടെയാണ് നീർക്കെട്ടുള്ളത്, ആ നീർക്കെട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറും. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ചെയ്ത് കഴിച്ച ആൾക്കാർക്കെല്ലാം അറിയാമോ. അപ്പൊ നമുക്ക് ആ ഇൻഗ്രീഡിയൻസിനെ പറ്റി ഒന്ന് വിശദീകരിച്ചിട്ടൊന്ന് പഠിക്കാം. ആദ്യത്തേതാണ് ഗ്ലൂക്കോസോമൈൻ ഹൈഡ്രോക്ലോറൈഡ്. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഗ്ലൂക്കോസോമൈൻ എന്ന് പറയുന്നത് 2 തരത്തിലാണുള്ളത്. ഒന്ന് ഗ്ലൂക്കോസോമൈൻ ഹൈഡ്രോക്ലോറൈഡ് ആൻഡ് അനദർ ഈസ് ഗ്ലൂക്കോസോമൈൻ സൾഫേറ്റ്. മാർക്കറ്റിൽ അധികവും കാണുന്നത് ഗ്ലൂക്കോസോമൈൻ സൾഫേറ്റ് ആണ്. അതിന്റെ അബ്സോർപ്ഷൻ റേറ്റ് 74% മാത്രമേ ഉള്ളൂ, കാരണം അത് പ്യൂരിറ്റി അത്രയേ ഉള്ളൂ. പക്ഷെ ഗ്ലൂക്കോസോമൈൻ ഹൈഡ്രോക്ലോറൈഡ് 99% പ്യൂർ ആണ്. അതുകൊണ്ട് അത് വളരെ ഈസി ആയിട്ട് അബ്സോർവ് ചെയ്തു പോകും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഡോസ് മാത്രം കഴിച്ചാൽ മതി ഒരു ദിവസം. ഇതിന് വിലയും കൂടുതലാണ് സൾഫേറ്റിനേക്കാൾ. പക്ഷെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല. നമ്മൾ ന്യൂട്രിചാർജ് BJയില് ഗ്ലൂക്കോസോമൈൻ ഹൈഡ്രോക്ലോറൈഡ് തന്നെയാണ് ചേർത്തത്. ഗ്ലൂക്കോസോമൈൻ ഹൈഡ്രോക്ലോറൈഡ് ഉള്ള പ്രോഡക്ട്സുകൾ ഗ്ലൂക്കോസോമൈൻ സൾഫേറ്റ് ഉള്ള പ്രോഡക്റ്റിനേക്കാളും കുറവാണ് മാർക്കറ്റിലുള്ളത്. സോ ഈ നമ്മുടെ ന്യൂട്രിചാർജ് BJയിലുള്ളത് ഗ്ലൂക്കോസോമൈൻ ഹൈഡ്രോക്ലോറൈഡ്. ഇത് ഒരു സെല്ലിംഗ് പോയിന്റ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഈ ഗ്ലൂക്കോസോമൈൻ ഹൈഡ്രോക്ലോറൈഡ് എന്തൊക്കെയാ ചെയ്യാൻ നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് കാർട്ടിലേജ് കോമ്പോണൻസ്. കാർട്ടിലേജ് കോമ്പോണൻസ് ഇങ്ങനെ ചെതറിപ്പോയിരിക്കുന്നതൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് വീണ്ടും അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. സോ അത് റീകൺസ്ട്രക്ഷൻ ഓഫ് കാർട്ടിലേജിന് വേണ്ടി സഹായിക്കും, നമ്പർ 1. രണ്ടാമത്തത്, നമുക്കറിയാം എല്ലിന് സാന്ദ്രത നൽകണമെങ്കിൽ കൊലാജൻ എന്ന് പറയുന്ന സംഭവമാണ്. ഇറ്റ്സ് കൊലാജൻ, റൈറ്റ്? ആ കൊലാജൻ ആണ് ഈ കാൽഷ്യത്തിനെ മറ്റ് പ്രോട്ടീനൊക്കെ ബൈൻഡ് ചെയ്ത് വെക്കുന്നത്. ഇറ്റ്സ് എ സോർട്ട് ഓഫ് പ്രോട്ടീൻ. കൊലാജൻ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ്, വിച്ച് ബൈൻഡ്സ് ബോൺ ആൻഡ് ജോയിന്റ്സ് എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് കാണുന്ന ഒരു ചിത്രം കാണാം, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ഫിലിം. അതിലെന്താ കാണുന്നത്? വലിയ വീക്ക് ആയിട്ടുള്ള മെഷ്, അല്ലെ? വലകൾ വളരെ വീക്ക് ആയിട്ടുള്ളത്. പക്ഷെ റൈറ്റ് സൈഡിലുള്ളത് നല്ല തിക്ക് ആയിട്ടുള്ളത്. അപ്പോൾ നല്ല കൊലാജൻ ഉള്ള എല്ലുകളാണ് റൈറ്റ് സൈഡിലുള്ളത്, ലോ കൊലാജൻ ഉള്ളതാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അപ്പോൾ ലോ കൊലാജൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും എല്ല്. അതാണ് പെട്ടെന്ന് ആൾക്കാർ വീഴുമ്പോൾ പൊടിഞ്ഞു പോകുന്നത് പ്രായം കൂടുമ്പോൾ. അപ്പൊ പ്രോട്ടീൻ ഒന്ന് കഴിക്കാൻ വേണം, കാരണം പ്രോട്ടീൻ തന്നെയാണ് ഈ കൊലാജൻ. അത് ഈ കൊലാജന്റെ ഫോർമേഷനെ ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും ആര്? ഗ്ലൂക്കോസോമൈൻ ഹൈഡ്രോക്ലോറൈഡ്. അപ്പോൾ രാവിലെ PVMFO കഴിക്കുന്നു, അതിന്റെ കൂടെ നിങ്ങൾ ന്യൂട്രിചാർജ് BJയും കൂടി കഴിക്കുമ്പോൾ ഡബിൾ ധമാൽ ആക്ഷൻ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ന്യൂട്രിചാർജ് BJ മാത്രം കൊടുത്താൽ പോരാ, PVMFO ഒരു ബേസ് ആണ്. എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും PVMFO ഓക്കെ എന്തായാലും കൊടുക്കണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? പിന്നെ
ബെനിഫിഷ്യൽ ഫോർ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഡാമേജ് കാർട്ടിലേജ്, സ്ട്രെങ്തനിങ് ഓഫ് ബോൺസ്. അപ്പോൾ വിഘടിച്ചു പോയതും വീക്കായി പോയിട്ടുള്ള കാർട്ടിലേജ് ഡാമേജിനെ ഇല്ലാതെയാക്കാൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനും അതിൽ കൂടെ നമ്മളെ ശോഷിക്കപ്പെട്ടു പോയിരിക്കുന്ന എല്ലുകളെ, അസ്ഥികളെ സ്ട്രെങ്തൻ ചെയ്യാനും അത് സഹായിക്കുമെന്നുള്ളതാണ്. റൈറ്റ്. പിന്നെന്താ ഗ്ലൂക്കോസോമിൻ ചെയ്യുന്നത്? മെയിൻറ്റെയിനിങ് ദ സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ജോയിന്റ്സ്. അപ്പോൾ സ്ട്രെങ്ത് വേണ്ട ജോയിന്റ്സിൽ, എന്നാലല്ലേ ഈ വെയിറ്റ് ബിയറിംഗ് ജോയിന്റ് നമ്മളെ വെയിറ്റ് കിടക്കും. അത് മാത്രമല്ല ഇതിൽ കൂടെയല്ലേ നമ്മൾ എല്ലാ മൂവ്മെന്റ്സ് ഉള്ളത്. അപ്പൊ ഫ്ലെക്സിബിലിറ്റി കൂട്ടുകയും ചെയ്യും, അതിന്റെ സ്ട്രെങ്ത് കൂട്ടുകയും ചെയ്യും. അത് ഗ്ലൂക്കോസോമിൻ ഹൈഡ്രോക്ലോറൈഡ്. ഇപ്പൊ ഇത്രയും ഇൻഗ്രീഡിയന്റ് ന്യൂട്രിചാർജ് ബീജയിലുണ്ട് സുഹൃത്തുക്കളെ. ഒന്നിന്റെ കാര്യം മാത്രമാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ചേർത്ത് വരുമ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ മഹിമ എന്താന്ന് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. റൈറ്റ്. അതുകൊണ്ടാണ് നേരത്തെ ഇപ്പൊ ജാനകിയമ്മ പറഞ്ഞതുപോലെ നടക്കാനും പോലും പറ്റാത്ത ഒരവസ്ഥയിൽ നിന്ന് അവരിപ്പോൾ ഇങ്ങനെ വെയിറ്റും തൂക്കി നടക്കുന്നത്. റൈറ്റ്. കാരണം അവരെ ഫസ്റ്റ് ഡേ മുതൽ എനിക്കറിയാം, ഇന്നും അറിയാം. അതേപോലെ ഒത്തിരി ആൾക്കാരുണ്ട് എല്ല് പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് എണീറ്റ് നടക്കാൻ പറ്റാത്ത, പരസഹായമില്ലാതെ ഓഫീസിൽ പോലും പോകാൻ പറ്റാത്ത തരത്തിലുള്ള ആൾക്കാർ ഇത് കഴിച്ചതിന് ശേഷം തിരിച്ച് ജീവിതത്തിൽ വരികയും 2 നില 3 നില സ്വമേധയാ ബസ് കയറി പ്രോഗ്രാമിലേക്ക് കയറി കൂടിയ ആൾക്കാരും ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം പ്രത്യേകിച്ച് ഈ പ്രൊഡക്റ്റ് പറയുമ്പോൾ അവരെന്തായാലും വരും. സോ യൂസ്ഫുൾ ഇൻ റിലീവിംഗ് ജോയിന്റ് സ്വെല്ലിംഗ്. ഇതാണ് ഞാൻ ആദ്യത്തെ സ്ലൈഡ് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളോട്. അല്പനേരം കഴിഞ്ഞ ഒരു സ്ലൈഡും കൂടി വരും. ആൽമോസ്റ്റ് സിമിലർ, പക്ഷെ ഇവിടെ വ്യത്യസ്തമായി മാറി. കാരണം എന്താ, ഇവിടെ നിങ്ങൾ ഈ ഗ്ലൂക്കോസോമിൻ ഹൈഡ്രോക്ലോറൈഡ് പോലത്തെ സാധനങ്ങൾ ഉള്ള പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ ആ ജോയിന്റിൽ ഉണ്ടായിരുന്ന സ്വെല്ലിംഗ് മാറുന്നു, സ്റ്റിഫ്നെസ് മാറുന്നു, വേദന മാറുന്നു. ആദ്യം അതുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പ്രായമൊന്നൊരു ഫാക്ടർ അല്ല. കാരണം നിങ്ങൾക്ക് ശരീരത്തിൽ ശരിയായ അളവിൽ പോഷകങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള ശരീരമായിരിക്കും. അതുകൊണ്ട് അതിന് യാതൊരു ദോഷം ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ കാർട്ടിലേജിനെ പ്രൊട്ടക്ട് ചെയ്യും, സ്മൂത്ത്നെസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ജോയിന്റ്സിൽ ഉള്ള ആ ഫ്രിക്ഷൻ ഉണ്ടല്ലോ, അത് കുറയും. ഇറ്റ് വിൽ റിഡ്യൂസ് ദ ഫ്രിക്ഷൻ. അപ്പൊ നല്ല സ്മൂത്ത് ആയിരിക്കും. അപ്പൊ തൈഞ്ഞു പോകത്തില്ല. കാരണം ഈ ഫ്രിക്ഷൻ കൂടുമ്പോൾ അല്ലല്ലോ ഈ തേയ്മാനം വരുന്നത്. അപ്പൊ അതുണ്ടാവില്ല. പിന്നെ ഇത് ആന്റി ഓക്സിഡന്റും കൂടിയാണ്. അപ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കും. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുമ്പോൾ ഹാർംഫുൾ ഫ്രീ റാഡിക്കൽസ് കുറയും. ഹാർംഫുൾ ഫ്രീ റാഡിക്കൽസ് കുറയുമ്പോൾ അവിടുത്തെ സെൽസുകളൊക്കെ ആരോഗ്യത്തോടെ തന്നെ നിൽക്കും. സോ ഇറ്റ് ഈസ് ആൻ ആന്റി ഓക്സിഡന്റ്. അപ്പോൾ ഹാർംഫുൾ ഫ്രീ റാഡിക്കൽസ് ഇല്ലാതെയാക്കുന്നു, ജോയിന്റ് ഡിസ്കംഫർട്ട് ഇല്ലാതെയാക്കുന്നു. അപ്പോൾ നീർക്കെട്ടുകൾ ഉടനെ തന്നെ മാറുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതാണ് ഗ്ലൂക്കോസോമിൻ ഹൈഡ്രോക്ലോറൈഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യം ചെയ്യും ഒരൊറ്റ പ്രോഡക്റ്റ്, ഒരു ഇൻഗ്രീഡിയന്റ് അതിലുള്ളത്. ഇനി ഇഷ്ടം പോലെ ഇൻഗ്രീഡിയന്റ് വരാനുണ്ട്. രണ്ടാമത്തത് പറയാൻ MSM, മിഥൈൽ സൾഫോനിൽ മിഥേൻ എന്നാണ് ഫുൾ ഫോം. അത് സൾഫർ കമ്പൗണ്ട് ആണ്. എല്ലാ കോശങ്ങളിലും കാണുന്നതാണ് ഈ സെൽ. ഇത് ജോയിന്റിനെ വളരെ ഹെൽത്തിയും അതേപോലെ ലൂബ്രിക്കേറ്റഡ് ആക്കി വെക്കാനും സഹായിക്കും. ഇത് ശരീരത്തിലെ ഫ്ലൂയിഡ് ഒക്കെ വലിച്ചിട്ട് ലൂബ്രിക്കേഷൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് എന്തുണ്ടാവുന്നു, അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ട്, അവിടെ ഉണ്ടാകുന്ന വേദനകളൊക്കെ മാറുന്നു. ജോയിന്റ് ഫ്ലൂയിഡിന്റെ അളവ് നിലനിർത്തുന്നു. അങ്ങനെയാവുമ്പോൾ കാർട്ടിലേജിന്റെ ഡാമേജ് ഇല്ലാതിരിക്കുന്നു. കാരണം അവിടെ ഓയിലി സ്ട്രക്ചർ ആണല്ലോ അവിടെ ഉണ്ടാകുന്നത്, ഓയിലി ഒരു ഫീൽ ആണ്. അപ്പോൾ തേയ്മാനം ഉണ്ടാവില്ല, നല്ല ഫ്രിക്ഷൻലെസ് ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും, മിഷനിൽ ഓയിൽ ഇട്ടതുപോലെ ഉണ്ടാവും. ദെൻ വൈറ്റമിൻ K27. ഈ താഴെ K27 എന്ന് കാണുന്നുണ്ടെങ്കിലും അത് തെറ്റാണ്. K താഴെ 2 എഴുതണം, മുകളിൽ 7 ആവണം. അപ്പോൾ K27 ആ മുകളിൽ എഴുതിയതാണ് കറക്റ്റ്. സോ ഇറ്റ് ഈസ് എ ബെസ്റ്റ് ഫോം ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ K ആണ്. എത്രയും പെട്ടെന്ന് അബ്സോർബ് ചെയ്തു പോവുകയും ചെയ്യും, എത്രയും പെട്ടെന്ന് ആക്റ്റീവ് ആവുകയും ചെയ്യും. അതാണ് ഈ വൈറ്റമിൻ K27ന്റെ ഗുണം. വൈറ്റമിൻ കെയിലെ കെ തന്നെ വളരെ നല്ലതാണ്, പക്ഷെ വൈറ്റമിൻ കെയുടെ റിഫൈൻഡ് ഫോം ആണിത്. അതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ പെട്ടെന്ന് അബ്സോർപ്ഷനും പെട്ടെന്ന് ബയോ ആക്റ്റീവ് ഇതാവുന്നതാണ്. പിന്നെ ഇറ്റ് ക്യാൻ ആക്ടിവേറ്റ് ദ പ്രോട്ടീൻ നീഡഡ് ടു ബൈൻഡ് കാൽഷ്യം ഇൻ ദ ബോൺ മാട്രിക്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ എല്ലുകളിലേക്ക് സാന്ദ്രത നൽകുന്നത് കാൽഷ്യം, വളരെ അത്യാവശ്യമാണല്ലോ കാൽഷ്യം. അപ്പോൾ കാൽഷ്യമിനെ വലിച്ചു കൊണ്ടുവന്നിട്ട് ബൈൻഡ് ചെയ്തിട്ട് സ്ട്രെങ്തിങ് നൽകാൻ. അപ്പോൾ എന്താ ആക്ടിവേറ്റ് ദി പ്രോട്ടീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഏത് പ്രോട്ടീനെ പറ്റി പറയണേ? നമ്മൾ നേരത്തെ പറഞ്ഞ എന്തുവാ? കൊലാജൻ. റൈറ്റ്. അപ്പൊ കൊലാജനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് കാൽഷ്യത്തിനെ അസ്ഥികളിലേക്ക് കൊണ്ടുവന്നിട്ട് ബൈൻഡ് ചെയ്ത് വെക്കും. അപ്പൊ എന്താ നല്ല ബലം ഉണ്ടാവും. അങ്ങനെയാവുമ്പോൾ എന്തുണ്ടാവും? രണ്ടാമത്തെ ലൈൻ, ഇറ്റ് ഹെൽപ്സ് ഇൻ സ്ട്രെങ്തിങ് ദ ബോൺസ്. അങ്ങനെയാണ് എല്ലുകൾക്ക് സാന്ദ്രത ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഈ പഞ്ചസാരയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിർത്തുന്ന നല്ലതാട്ടോ. കാരണം അത് ഇതിനെ വീണ്ടും എതിർവശമായിട്ട് എഫക്ട് ചെയ്യുകയുള്ളൂ. അപ്പൊ നമ്മൾ ഒരു ഭാഗത്ത് ഇത് കഴിക്കുകയും ചെയ്യുന്നു, മറുവശത്ത് അത് കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ഒരു സപ്ലിമെന്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതശൈലിയും സുതാര്യമാക്കണം. അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണശൈലിയിലും മാറ്റം കൊണ്ടുവരണം. ഇത് രണ്ടും കൂടി എല്ലാം മിക്സ് ചെയ്താൽ റിസൾട്ട് ഒന്നും കാണത്തില്ല. റൈറ്റ്. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും ചില സമയത്ത് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ റിസൾട്ട് കിട്ടാൻ വൈകുന്നത്. അത് രണ്ടും വേറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, എത്ര കാലമായിട്ട് ഈ അസുഖങ്ങളുണ്ട്, എത്രമാത്രം മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്, ഏതൊക്കെ ചില ആൾക്കാരുണ്ടല്ലോ ആദ്യം അലോപ്പതിയിലേക്ക് പോകും, പിന്നെ ഹോമിയോപ്പതിയിലേക്ക് പോകും, പിന്നെ ആയുർവേദത്തിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനത്തെ പലതരത്തിലുള്ളതും, പിന്നെ ജീവിതശൈലി, ഭക്ഷണശൈലി, ഇതെല്ലാം ഒരു ഫാക്ടറാണ്. പിന്നെ പ്രായവും.
പിന്നെ ചില ആളുടെ ശരീരത്തിൽ ചിലത് അബ്സോർപ്ഷൻ പവർ കുറവായിരിക്കും. അപ്പൊ അവർക്കെല്ലാം സമയം എടുക്കും. ഇല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് റിസൾട്ട് വരികയും ചെയ്യും. പക്ഷെ റിസൾട്ട് വരും. പക്ഷെ ക്ഷമയോടെ കാത്തിരിക്കണം. പക്ഷെ നമുക്ക് ക്ഷമയല്ലേ ഇല്ലാത്തത്, അവിടെയല്ലേ പ്രശ്നം. ഇപ്പൊ നമ്മൾ നേരത്തെ കറണ്ട് കട്ടായി പോയിട്ട് ഒരു എന്താണെന്ന് അറിയില്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഗിരീഷ് സാർ പറഞ്ഞാൽ കേട്ടു, ക്ഷമയില്ലാത്ത ആളൊക്കെ പോയി, ക്ഷമയുള്ളവർ മാത്രമേ ഉള്ളൂ. ഈ ക്ഷമയുള്ളവർ മാത്രമേ അടുത്ത 25-ാം വാർഷികത്തിലെ രൂപാന്തരണ യാത്ര ഉണ്ടാവും. അത് വേറെ കേസ് കേട്ടോ. ഓക്കെ, ചലോ. പിന്നെ വൈറ്റമിൻ ഡി, വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു വിരോധം, ഇപ്പോഴത്തെ ഏറ്റവും ഒരു സിറ്റുവേഷൻ എന്താണെന്നറിയോ, ആരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും വൈറ്റമിൻ ഡി കുറവാണ്, വൈറ്റമിൻ ഡി ലെസ്. ഓക്കെ, അതിന് കുറെ കാരണങ്ങളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട് വൈറ്റമിൻ ഡിക്ക് കുറവുള്ളത്. ഒന്നാമത് ഭക്ഷണശൈലി തന്നെ, പിന്നെ അമിതമായിട്ടുള്ള ജങ്ക് ഫുഡിന്റെ ഇത്, പിന്നെ വെയിലൊന്നും കൊള്ളുന്നില്ല, എക്സസൈസ് ഇല്ല, അതെല്ലാം കൂടി വരുമ്പോഴേക്കും അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും ചില സമയം. അപ്പോ ഈ വൈറ്റമിൻ ഡി എന്താ ചെയ്യുന്നത്, ഇറ്റ് ഇൻക്രീസ് ദ അബ്സോർപ്ഷൻ ഓഫ് മിനറൽസ്, കാൽഷ്യം, ഫോസ്ഫറസ് എല്ലാം എല്ലുകളിൽ, മസിൽസിലേക്ക്, ജോയിന്റ്സിലേക്ക്. അപ്പൊ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാൽഷ്യം അബ്സോർവ് ആകത്തുള്ളൂ. അപ്പൊ ചുമ്മാതെ കാൽഷ്യം ഗുളികകൾ ചില ആൾ കഴിക്കുന്നില്ലേ, അതുകൊണ്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ. പക്ഷെ അതെല്ലാം മാറി, കാൽഷ്യം ഗുളികയുടെ കൂടെ തന്നെ വൈറ്റമിൻ ഡി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എല്ലാ ഗുളികയിലും കാണാൻ നിങ്ങൾക്ക് കാൽഷ്യത്തിന്റെ താഴെ വൈറ്റമിൻ ഡി ഉണ്ടാവും. കാരണം വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ ടുവേർഡ്സ് ദ ബോൺ വിൽ ബി ലെസ്. ആ ചിത്രം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇവിടെ വരച്ചെന്ന് മാത്രം. അവിടെ നോക്കിയോ, അത് മുകളിലത്തെ എന്താണ്, വിത്തൗട്ട് വൈറ്റമിൻ ഡി, അതുകൊണ്ട് കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ ടുവേർഡ്സ് ദ ബോഡി ഈസ് ലെസ്. താഴെ നോക്കിയേ, വിത്ത് വൈറ്റമിൻ ഡി, അപ്പം ഇഷ്ടം പോലെ കാൽഷ്യം വന്നിട്ട് എല്ലില് ജോയിന്റ് ആകാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഈ പറയുന്നതൊക്കെ സംഭവിക്കും, എവറിത്തിങ് വിൽ ഹാപ്പൻ. നിങ്ങൾ ഇമ്മ്യൂണിറ്റി പോലും പോയി പോകും. വൈറ്റമിൻ ഡി എന്താ ചെയ്യുന്നത്, ഇറ്റ് റെഡ്യൂസസ് ദ ബോൺ ലോസ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടോ, കാർട്ടിലേജ് ഇവിടെ തേയ്മാനം വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ ഇതുണ്ടോ, ഇങ്ങനെ ഓട്ടകളൊക്കെ വന്ന് തുടങ്ങി. സോ ഡാമേജ് ടു ദ നീ ജോയിന്റ്, കാർട്ടിലേജ് ആൻഡ് ബോൺ ലോസ് വിൽ ബി സ്റ്റോപ്ഡ്. വൈറ്റമിൻ ഡി ചെയ്യുന്നത് എല്ല് പോലത്തെ ബലമുള്ള സാധനം ചെയ്യുമ്പോൾ അത് കാർട്ടിലേജിനെ സഹായിക്കുന്നു, റൈറ്റ്. പിന്നെ വരുന്നത് ചില ബൊട്ടാനിക്കൽസ് ആണ്, ബോസ്വേലിയ എന്ന് പറയുന്നത്, റൈറ്റ്. ഇതൊരു ഹെർബൽ എക്സ്ട്രാക്ട് ആണ്. നീർക്കെട്ട് ഒഴിവാക്കും. നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് എവിടെയാണോ വേദന ഉള്ളത് അവിടെ ഇൻഫ്ലമേഷൻ വരും, കാരണം ഈ ഫ്രീ റാഡിക്കൽസ് ഒക്കെ വന്നിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബോസ്വേലിയ എന്ന് പറയുന്നത് ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും. അതിന്റെ കൂടെ നമ്മൾ PVMFOA, അപ്പോൾ O ഉണ്ടല്ലോ, O ആൻഡ് A. O എന്താണ്, ന്യൂട്രിചാർജ് വെച്ചോമേഗ. A എന്താണ്, ഗാമോരസനോ. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും എന്തുണ്ടാവും, കൂടുതൽ ഇൻഫ്ലമേഷൻ ഇല്ലാതെയാവും, ബിക്കോസ് ദാറ്റ് ഈസ് ആന്റി ഇൻഫ്ലമേറ്ററി, റൈറ്റ്. പിന്നെ ബോസ്വേലിയ എന്താണ്, പ്രിവെന്റ് ദ ലോസ് ഓഫ് ജോയിന്റ് കാർട്ടിലേജ്. നല്ല മനോഹരമായിട്ടുള്ള ചിത്രമാണ് മുമ്പിലുള്ളത്. ഇവിടെ നോക്കി, പെർഫെക്റ്റ് കാർട്ടിലേജ്, നോർമൽ ഫോം കാർട്ടിലേജ്. ഇവിടെ നോക്കി എല്ലാം പൊടിഞ്ഞു തുടങ്ങി ഈ പിക്ചർ. ദിസ് ഇസ് ദ ഡാമേജ് കാർട്ടിലേജ്. അപ്പൊ ബോസ്വേലിയ എന്ന് പറയുന്ന ഈ ഒരു ഹെർബ്, അത് ജോയിന്റ് കാർട്ടിലേജിന്റെ ലോസിനെ ഇല്ലാതെയാക്കുന്നു. അതേപോലെ തന്നെ ഇത് ലോസ് ഉണ്ടാക്കാൻ വേണ്ടി ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചു വരുന്ന തെറ്റായിട്ടുള്ള ചില എൻസൈമുകൾ ഉണ്ടല്ലോ, അതല്ല ഈ ദോഷം ചെയ്യുന്നത്. ആ ദോഷം ചെയ്യുന്ന എൻസൈമുകളുടെ ലെവലിനെ റിഡ്യൂസ് ചെയ്യും. അപ്പോ ദോഷം ചെയ്യുന്ന എൻസൈമിന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ദോഷം ചെയ്യാൻ പറ്റത്തില്ല. നല്ല എൻസൈമുകളല്ലേ വേണ്ടത്, അപ്പൊ ദോഷം ചെയ്യുന്നതും കൂടെ വരും. അപ്പൊ ദോഷം ചെയ്യുന്നതിന്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടി ബോസ്വേലിയ സഹായിക്കുന്നു. അങ്ങനെയാകുമ്പോൾ കാർട്ടിലേജിൽ ഉണ്ടാകുന്ന ഡാമേജും ഇല്ലാതെയാകും. അപ്പൊ മൊത്തത്തിൽ ഒരു നല്ല സൗഖ്യമായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാവും. ബ്രോമെലിൻ, ബോസ്വേലിയ കഴിഞ്ഞാൽ ബ്രോമെലിൻ എന്തായാലും ആന്റി ഇൻഫ്ലമേറ്ററി എൻസൈമാണ്. അഗെയിൻ ആന്റി ഇൻഫ്ലമേറ്ററി, നീർക്കെട്ട് ഇല്ലാതെയാക്കുന്ന ഒരു എൻസൈമാണ്. അതുകൊണ്ട് തന്നെ ജോയിന്റ് പ്രോബ്ലംസുകൾ ഇല്ലാതെയാകും. കാരണം ഈ നീർക്കെട്ടാണല്ലോ എല്ലാ പ്രശ്നം ഉണ്ടാകുന്നത്. ജോയിന്റിൽ നീർക്കെട്ട് വന്നാലല്ലേ നമുക്ക് അതിനെ കൊണ്ട് ഉദ്ദേശിച്ചത് പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഇതൊക്കെ മാറി കിട്ടും. പിന്നെ മാംഗനീസ്, ഓക്കെ, ഇത് നമ്മളെ ശരീരത്തിലെ പല നല്ല എൻസൈമുകൾ, എന്ത് നല്ല എൻസൈമുകൾ, അതായത് കാർട്ടിലേജിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, ബോണിനെ ഹെൽത്തി ആക്കാൻ, അത് റീബിൽഡ് ചെയ്യാൻ, ആ തേയ്മാനം മാറ്റിയിട്ട് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ചില എൻസൈമുകളെ ആക്ടിവേറ്റ് ചെയ്യും മാംഗനീസ്. അതും ഇതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തുണ്ടാവും, റീജനറേഷൻ ആവും. അപ്പൊ ഡീജനറേഷൻ ഓഫ് ബോൺ ആൻഡ് കാർട്ടിലേജ് വിൽ റെഡ്യൂസ് ട്രെമെൻഡസ്ലി, റൈറ്റ്. ആൻഡ് അങ്ങനെയാകുമ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ജോയിന്റിലെ ഡാമേജ് ഇല്ലാതെയാവുന്നു, ജോയിന്റിലെ ഇൻഫ്ലമേഷൻ ഇല്ലാതെയാവുന്നു. ഈ ഡാമേജ് എല്ലാം ഉണ്ടാകുന്നത് ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ടാണ്, നീർക്കെട്ട് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ന്യൂട്രിചാർജ് BJ ആത്മാർത്ഥതയോടെ കഴിക്കുകയും അതിന്റെ കൂടെ ആത്മാർത്ഥതയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, വെറും ഒരാഴ്ച കൊണ്ട് നീർക്കെട്ട് മാറി കിട്ടും. അപ്പോൾ വേദന കുറഞ്ഞു കിട്ടും, വേദന സമ്മാനിക്കേണ്ട ആവശ്യം വരത്തില്ല അവിടെ. പിന്നെ ബോറോൺ, ഇത് എല്ലിനെ മൊത്തത്തിൽ സാന്ദ്രത നൽകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എലിമെന്റ് ആണ്. അത്
ബോൺ മെറ്റാബോളിസം, കാൽഷ്യത്തിന്റെ കൂടെ മാഗ്നീഷ്യത്തിന്റെ കൂടെ വൈറ്റമിൻ ഡി ഇതെല്ലാം വന്നിട്ടല്ലേ എല്ലിന് സാന്ദ്രത കൂട്ടുന്നത്, ബലം കൂട്ടുന്നത്. അതിന്റെ കൂടെ ഇത് കൂടുതൽ സഹായിക്കും ഈ ബോറോൺ എന്ന് പറയുന്നത്. ഇറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ ഇൻ ബോൺ മെറ്റാബോളിസം. അപ്പൊ അതുകൊണ്ട് എന്താവും, ഈ പറയുന്ന എലിമെന്റ്സ് കൊണ്ട് എല്ലിന് കിട്ടേണ്ട ശക്തി ഈ ബോറോണും കൂടി അങ്ങ് ആഡ് ചെയ്യുമ്പോൾ അത് അതുക്കും മേലെ സ്ട്രോങ് ആവും, ഡബിൾ ആവും, ഉത്തേജനം കൂടും. അതുകൊണ്ട് നല്ല അസ്ഥികൾക്ക് ബലം കിട്ടാനുള്ള സാധ്യത ഇരട്ടിക്കും. റൈറ്റ്. പിന്നെ കോപ്പർ, ഇറ്റ് അഗെയിൻ ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് എസെൻഷ്യൽ പ്രോട്ടീൻ. കൊലാജൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസമൈൻ സൾഫേറ്റ് ഉൽപ്പാദിച്ച് അല്ല ഹൈഡ്രോക്ലോറൈഡ് സഹായിക്കുന്നുണ്ട്. ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊലാജൻ ഉണ്ടാക്കാൻ നമ്മൾ സഹായിക്കുന്നുണ്ട് അവിടെ. അതിന്റെ കൂടെ കോപ്പർ ആഡ് ആകുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇറ്റ് അഗെയിൻ ഹെൽപ്സ്. അപ്പോൾ രണ്ടുപേരും കൂടി ഒരേ കാര്യം ചെയ്യുന്നു. അതുകൊണ്ട് എന്താ, ഈസി ആയിട്ട് എല്ലിന് ബലം കിട്ടാനുള്ള സാധ്യത കൂടും. കൊലാജൻ കൂടും. അങ്ങനെ കൊലാജൻ കൂടുമ്പോൾ കാർട്ടിലേജ്, അഗെയിൻ സെയിം തിങ്, കാർട്ടിലേജ്, ബോൺ ആൻഡ് എവറിത്തിങ് വിൽ ബിക്കം അബ്സല്യൂട്ട്ലി സ്ട്രോങ്. ദെൻ കാൽഷ്യത്തിലോ, കാൽഷ്യം ഓൾറെഡി ശരീരത്തിലുള്ളതൊക്കെ വലിച്ചെടുത്തിട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന കാൽഷ്യം ഏതാ, ന്യൂട്രിചാർജ് ബീജ വഴി മിൽക്ക് കാൽഷ്യം. ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് കാൽഷ്യം. പലതരത്തിലുള്ള കാൽഷ്യം കാണാനുണ്ട് നമ്മൾ. ആ കാൽഷ്യത്തിലൊക്കെ ഏറ്റവും ബെസ്റ്റ് കാൽഷ്യമാണ് മിൽക്ക് കാൽഷ്യം. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ആ മിൽക്ക് കാൽഷ്യമാണ് ന്യൂട്രിചാർജ് ബിയിൽ ചേർത്തിരിക്കുന്നത്. സോ ഈ ഒരു ലൈൻ നിങ്ങൾ ഓർത്ത് വെക്കുക. മിൽക്ക് കാൽഷ്യം ഈസ് കൺസിഡേർഡ് എ ഗുഡ് സോഴ്സ് ഓഫ് കാൽഷ്യം ഇൻ ബോൺസ്. അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ പാല് നല്ലോണം കൊടുക്കും. ഈ പാല് കുട്ടികൾക്ക് ദഹിപ്പിക്കാനുള്ള കഴിവും കൂടുതലാണ്. കാരണം അവരെ വയറ്റിനകത്ത് മിൽക്ക് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം കൂടുതലാണ് മുതിർന്നവരെക്കാൾ. അതുകൊണ്ട് ചെറുപ്പത്തിൽ നമ്മൾ പാല് തന്നെ കൊടുക്കും കുട്ടികൾക്ക്. സോ ദേ ആർ ഗെറ്റിംഗ് മിൽക്ക് കാൽഷ്യം. അങ്ങനെയാണ് എല്ലിനൊക്കെ ബലം കിട്ടുന്നത്, പല്ലൊക്കെ വളർന്ന കാലത്തൊക്കെ. സോ ഡെവലപ്മെന്റ് ബിക്കംസ് അബ്സല്യൂട്ട്ലി സൂപ്പർ. പിന്നെ ഈ മിൽക്ക് കാൽഷ്യം എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്തു പോകും ശരീരത്തിലേക്ക് മറ്റുള്ള കാൽഷ്യത്തിനേക്കാൾ. അതുകൊണ്ട് എന്തുണ്ടാന്ന് വെച്ചാൽ നമ്മൾ എത്ര അളവിലാണോ കാൽഷ്യം കൊടുത്തിരിക്കുന്നത് അത് ഏകദേശം തന്നെ ശരീരം വലിച്ചെടുക്കും. അതുകൊണ്ട് കാൽഷ്യം വേസ്റ്റ് ആവില്ല. എല്ലാ കാൽഷ്യവും മൊത്തത്തിൽ അതേ ലെവലിൽ കിട്ടും. ആൻഡ് ഇറ്റ് കീപ്സ് ദ ബോൺ ആൻഡ് മസിൽസ് ഹെൽത്തി. കാരണം എല്ലാത്തിനും കാൽഷ്യം വേണം. അപ്പോൾ ബോൺ, മസിൽ എല്ലാം ഹെൽത്തി ആവും. അങ്ങനെ ആകുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എല്ലും മസിൽസിന്റെയും ഒരു മാത്രമായിട്ടുള്ള അവസ്ഥ മാറും നമ്മൾ. അതിന്റെ കൂടെ തന്നെ ഇറ്റ് വിൽ ഗിവ് യു മോർ എനർജി. അതുകൊണ്ട് പ്രായാധിക്യം ഒന്നും അവിടെ ബാധിക്കില്ല. അതുകൊണ്ടാണ് പ്രായത്തിലുള്ള ആൾക്കാർ പോലും ഇത് കഴിച്ച് തുടങ്ങി കഴിഞ്ഞാൽ, ഇതിന്റെ കൂടെ PVMO4+ ന്യൂട്രിചാർജ് ബീജ കഴിച്ചു കഴിഞ്ഞാൽ പണ്ട് അവർ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ വളരെ സുഗമമായിട്ട് ചെയ്തു പോകുന്നത്. ദാറ്റ് ഇസ് ദ റീസൺ വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്. അപ്പൊ ഇവിടെ കാണിച്ചതുപോലെ ഒരു പ്രായമുള്ള ഒരു അപ്പൂപ്പനാണ് ഇവിടെ നിന്നിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം വളരെ ബലത്തിലാണ്, നാളെ ചുറുചുറുക്ക് ചെറുപ്പക്കാരനെ പോലെയാണ് അദ്ദേഹം അവിടെ പേര് മാറുന്നത്. റൈറ്റ്. ഓക്കെ. പിന്നെ ഉള്ളതാണ് റോസിപ്പ് എക്സ്ട്രാക്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇറ്റ് പ്ലേസ് എ ബിഗ് റോൾ ആസ് എ പെയിൻ കില്ലർ. പക്ഷെ ഇത് നാച്ചുറൽ പെയിൻ കില്ലറാണ്. ഇതെന്താ ചെയ്യുന്നത്, ഇത് സൗത്ത് അമേരിക്കയിൽ നിന്ന് ഒരു പ്രത്യേക തരം ഒരു റോസാപ്പൂ ഉണ്ട്, കാട്ടിലുണ്ടാവുന്നതാണ്. അതിന്റെ കായാണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഫുൾ ഓഫ് വൈറ്റമിൻസ്, ആന്റി ഓക്സിഡൻസ് ആൻഡ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ഒമേഗ, ഇറ്റ് കണ്ടെയ്ൻസ് ആന്റി ഓക്സിഡന്റ്, ഇറ്റ് കണ്ടെയ്ൻസ് വൈറ്റമിൻസ്. ഏറ്റവും ഇപ്പോൾ ലോകം മുഴുവൻ ഇതിനെ അന്വേഷിച്ച് നടക്കുക ചെയ്യുന്നത്. നമ്മളിത് കൊണ്ടുപോകുന്ന ആദ്യം റോസിപ്പ് എക്സ്ട്രാക്ട്. അപ്പോ ഈ റോസിപ്പ് എക്സ്ട്രാക്ട് ഈസ് യൂസ്ഡ് ഹിയർ ആസ് എ പെയിൻ കില്ലർ. റൈറ്റ്. അപ്പോൾ ഇറ്റ്സ് എ ബെനിഫിഷ്യൽ ഇൻഗ്രീഡിയന്റ് പ്രസന്റ് ഇൻ ഇറ്റ് ആർ നോൺ ടു റെഡ്യൂസ് ഇൻഫ്ലമേഷൻ. നീർക്കെട്ട് എന്താ വെച്ചാൽ വേഗം വരാം, നീർക്കെട്ട് കുറയ്ക്കുന്നു, ജോയിന്റ് ഡാമേജ് ഇല്ലാതെയാക്കുന്നു, അതേപോലെ കാർട്ടിലേജിന്റെ തേയ്മാനം ഇല്ലാതെയാക്കുന്നു. എല്ലാം കൂടി നിരത്തി പിടിച്ചങ്ങോട്ട് പണി ചെയ്യും. അത് നമുക്ക് കൂടുതൽ ഗുണമയമാണ്. ഓക്കെ. ഇതിപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറെ ഇൻഗ്രീഡിയൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞു. പല ഇൻഗ്രീഡിയൻസും ഒരു പണി മാത്രമേ ചെയ്യുന്നത്, പലതും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി വരുമ്പോൾ ഒരുപക്ഷെ 10-17 ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഏകദേശം 19 കാര്യങ്ങളാണ് ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് ഇതിന് റിസൾട്ട് ഇത്രയധികം കിട്ടുന്നത്. മനസ്സിലായില്ലേ? റൈറ്റ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാർട്ടിലേജിനെ ഡാമേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശരീരത്തിലെ ഹാംഫുൾ ആയിട്ടുള്ള എൻസൈമുകളുടെ പ്രൊഡക്ഷൻ ഈ പറയുന്ന റോസിപ്പ് എക്സ്ട്രാക്ട് ഇല്ലാതെയായി കളയും. ഇറ്റ് വിൽ റിഡ്യൂസ്. അപ്പോൾ അങ്ങനെ ആ പ്രൊഡക്ഷൻ ഓഫ് എൻസൈം ഇല്ലെങ്കിൽ എന്താവും, ഡാമേജ് ഓഫ് കാർട്ടിലേജ് വിൽ നോട്ട് ഹാപ്പൻ. കാർട്ടിലേജ് വിൽ റിമെയിൻ ഹെൽത്തി ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട് ദ കാർട്ടിലേജ് ഓഫ് ദി ജോയിന്റ്സ്. കണ്ടോ, ഈ കാർട്ടിലേജ് ഇങ്ങനെ തേഞ്ഞ് വരുന്നത് ഇല്ലാതെയായി വരും. ഇതിങ്ങനെ തന്നെ ശരിക്കൊരു കുഷൻ പോലെ തന്നെ അവിടെ നിൽക്കും. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ മുട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന വേദന, സ്റ്റിഫ്നെസ് എല്ലാം അങ്ങോട്ട് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ മുട്ട് പഴയതുപോലെ തന്നെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള നീ ജോയിന്റ് ആയി മാറും. സോ യുവർ മൂവ്മെന്റ് വിൽ ബിക്കം വെരി വെരി ഈസി. പിന്നെ ഇൻസുലിൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഡയറ്ററി ഫൈബർ,
റൈറ്റ്. ഇത് കൊടുക്കുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് പ്രീബയോട്ടിക് എലിമെന്റ്. ഇത് പ്രീബയോട്ടിക് ആണ്. പ്രീബയോട്ടിക് നമുക്കറിയാം എന്താണെന്ന്. പ്രോബയോട്ടിക്, നല്ല ബാക്ടീരിയാസ് ഇല്ലേ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഡൈജഷൻ നന്നാക്കാൻ വേണ്ടി, അതിനെ ഉള്ളൊരു ഫുഡാണല്ലോ പ്രീബയോട്ടിക്. സോ പ്രീബയോട്ടിക് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നല്ല ബാക്ടീരിയാസ് ആക്റ്റീവ് ആവും. നല്ല ബാക്ടീരിയാസ് ആക്റ്റീവ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? നല്ല ശരീരത്തിൽ ഡൈജഷൻ നടക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രീബയോട്ടിക് എലിമെന്റ് ആണ് ഇനുലിൻ. സോ ഇറ്റ് ഇംപ്രൂവ്സ് ദ ഡൈജസ്റ്റീവ് ഹെൽത്ത്. അങ്ങനെയാവുമ്പോൾ ഇൻക്രീസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം ഇൻ ദ ബോഡി. എന്തുകൊണ്ടാ? നമ്മളുടെ ശരീരത്തിലെ ഗട്ടിനെ ഇതങ്ങ് ക്ലീൻ ചെയ്യും. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് വയറിളകുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി ന്യൂട്രിചാർജ് ബി ജെ കഴിച്ചിട്ട് വയറിളകുന്നുണ്ടെങ്കിൽ ന്യൂട്രിചാർജ് ബി ജെ കഴിച്ചതിന്റെ സൈഡ് എഫക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കണം. അതിന്റെ ഇഫക്റ്റ് ആണത്. കാരണം നിങ്ങളുടെ ശരീരത്തിലെ കേടുപാടുകൾ ഇത് കഴിച്ചപ്പോൾ കഴുകി വൃത്തിയാക്കി എന്നുള്ളതാണ്. അപ്പൊ ഇതങ്ങ് വൃത്തിയാകുമ്പോൾ എന്താ സംഭവിക്കുക? പിന്നീടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ ഉള്ളതെല്ലാം ശരീരത്തിന് വലിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ ഗട്ട് മാറി എന്നുള്ളത്. അവിടെ നല്ല അബ്സോർപ്ഷൻ നടക്കുക. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദാറ്റ്. അതാണ് ഇനുലിൻ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് വയറിളകിയതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർക്ക് വയറിളകത്തില്ല, അത് നല്ല ഗട്ടുള്ള ആൾക്കാർക്ക്. ഇല്ലാത്ത ആൾക്കാർ ചില കുറച്ച് അത് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ. കഴിച്ചു കഴിഞ്ഞ് ഒരു അരമണിക്കൂറിനുള്ളിൽ പോകുന്നു, വയറിളകുന്നു, ഫിനിഷ്ഡ്. അല്ലാതെ വയറിളകിക്കൊണ്ടേയിരിക്കില്ല. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് കാൽഷ്യം ശരീരത്തിൽ നല്ലോണം കയറുന്നു. അതിൻ്റെ അകത്തുള്ള എല്ലാ മിനറൽസും അബ്സോർബ് ചെയ്യപ്പെടാൻ സഹായിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ വയറിളകുന്നത്. അതുപോലെ ഇത് കണ്ടോ, ഇതാണ് ഒറിജിനൽ പിക്ചറാണിത്. എല്ലിന് ശോഷിക്കപ്പെട്ട എല്ലാണിത്. കണ്ടോ, ഇങ്ങനെയുണ്ട്, വലവല പോലെയായി പോയി, പൊടിഞ്ഞു പോയി. അങ്ങനെ നമ്മൾ ഈ ന്യൂട്രിചാർജ് ബീജയിലെ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കൊടുക്കുമ്പോൾ ഈ പറയുന്ന ബോൺ ലോസ് ഇല്ലാതെ ഇരിക്കും. ആൻഡ് ഇനുലിൻ ഡയറ്ററി ഫൈബർ വിൽ ഹെൽപ്പ് ഇൻ ദാറ്റ്. എങ്ങനെ? കാരണം ഗട്ടിനെ ക്ലീൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അബ്സോർപ്ഷൻ വല്ലാതെ കൂടും. അബ്സോർപ്ഷൻ കൂടുമ്പോൾ നാച്ചുറലി അത് എല്ലിനെ സഹായിക്കുമല്ലോ. അപ്പോൾ ബോൺ ലോസ് കുറഞ്ഞു. മാഗ്നീഷ്യം വെരി വെരി ഇമ്പോർട്ടൻറ്റ് എലിമെന്റ് ആണിത്. റൈറ്റ്. ഇറ്റ്സ് എ മിനറൽ വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബോൺ. കാരണം നമ്മുടെ ശരീരത്തിൽ മൊത്തം എത്ര മഗ്നീഷ്യം ഉണ്ടോ അതിന്റെ 50% അസ്ഥികളിലാണ് ഉണ്ടാകുക. അതുകൊണ്ട് മഗ്നീഷ്യത്തിന്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥികളുടെ ബലം കുറയും. റൈറ്റ്. സോ അതുകൊണ്ടാണ് ഇതിന്റെ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ്. റൈറ്റ്. ഇതാ ഞാൻ പറഞ്ഞത് 50% ഓഫ് ദ ബോഡീസ് മഗ്നീഷ്യം ഡിപ്പോസിറ്റ്സ് ആർ ഇൻ ദ ബോൺസ്. അപ്പൊ ശരീരത്തിലുള്ള മൊത്തത്തിൽ എത്ര എമൗണ്ട് ഓഫ് മഗ്നീഷ്യം ഉണ്ടോ അതിന്റെ പകുതി അസ്ഥികളിലാണ് ഉണ്ടാകുക. അപ്പൊ അസ്ഥികൾക്ക് ബലം വേണമെങ്കിൽ മഗ്നീഷ്യം വേണം. അതുകൊണ്ട് നമ്മൾ ഡൈജഷൻ പ്രായം കൂടുമ്പോൾ കുറയുന്നുണ്ടെങ്കിൽ അത് കുറയാൻ പാടില്ല. കാരണം നമ്മൾ ശരിയായിട്ട് പോഷകങ്ങൾ കഴിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് കുറയാനുള്ള സാധ്യത ഒന്നുമില്ല. പക്ഷെ എന്നാലും അത് കുറയുന്നുണ്ടെങ്കിൽ മഗ്നീഷ്യന്റെ അബ്സോർപ്ഷൻ അത് ബാധിക്കും. റൈറ്റ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരും. ബിക്കോസ് യുവർ ബോൺ വിൽ ബിക്കം അബ്സല്യൂട്ട്ലി വീക്ക് ആൻഡ് ബ്രിട്ടിൽ. ഏത് സമയത്തും പൊട്ടാം. അതുകൊണ്ടാണ് പ്രായമുള്ള ആൾക്കാരോട് നമ്മൾ പറയാറ്, നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കരുത് കേട്ടോ, ആരെങ്കിലും വിളിക്കണം. കാരണം താഴെ വീണാൽ ഫ്രാക്ചർ അല്ല ആവുക, മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയിരിക്കും ആകുക. അങ്ങനെ മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ അത് നന്നായി വരിക, വീണ്ടും പഴയതുപോലെ ആകുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ? പ്രായം കൊണ്ട് അവരുടെ ശരീരത്തിലെ എല്ല് വളരെ ശോഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയത്. അപ്പോൾ അത് വീണ്ടും പഴയതുപോലെ ആയി വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് വലിയ കഷ്ടപ്പാടിലേക്ക് പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം ആ കാര്യം. സോ മാഗ്നീഷ്യം ഹെൽപ്സ് ഇൻ സ്ട്രെങ്തനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ബോൺ സ്ട്രക്ചർ. റൈറ്റ്. ആൻഡ് ബോൺ മിനറൽ ഡെൻസിറ്റി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. BMD. ആ ബോണിലുള്ള മിനറലിന്റെ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടി മഗ്നീഷ്യം വളരെയധികം സഹായിക്കും. കാരണം എന്താ? 50% ശരീരത്തിലുള്ള മഗ്നീഷ്യം അസ്ഥികളല്ലേ ഉള്ളൂ. അപ്പൊ അത് കൂടുതലുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലായിട്ട് നടക്കും. അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു. വെരി വെരി സിമ്പിൾ. സോ ഇറ്റ് ഓൾ കംസ് ഇൻ ന്യൂട്രിചാർജ് BJ, വിച്ച് ഈസ് എ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഫോർ ബോൺ ആൻഡ് ജോയിന്റ് ഹെൽത്ത്. വീണ്ടും വീണ്ടും പറയാണ്, മരുന്നല്ല. It's not a medicine. It's not a drug. It is a nutritional supplement. അപ്പൊ എന്താ ചെയ്യുന്നത്? ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന അസ്ഥികൾ ഉണ്ടായിരിക്കുന്ന കുറവുകളെ പോഷകം നൽകിക്കൊണ്ട് വീണ്ടും ബലത്തിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. റൈറ്റ്. അപ്പോ what is that? We'll just see this. Helps in bone strengthening. എല്ലിന്റെ സാന്ദ്രത കൂട്ടാൻ വേണ്ടിയിട്ട് ന്യൂട്രിചാർജ് BJയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. മിൽക്ക് കാൽഷ്യം, വൈറ്റമിൻ K27, ഇനുലിൻ, വൈറ്റമിൻ D ആൻഡ് മഗ്നീഷ്യം. റൈറ്റ്. ഇതൊന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. കാരണം ആരും ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണല്ലോ. ഇത് കഴിക്കുമ്പോൾ എങ്ങനെയാ എല്ലിന് ബലം കിട്ടുന്നത്? അന്നേരം പറയണം, ഇതിൽ ഈ പൊടിയും ടാബ്ലറ്റിലും ഉള്ള ഇൻഗ്രീഡിയൻസ് കൂടിയിട്ടാണ് നമുക്ക്, അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് കഴിക്കാൻ പറയുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി മിൽക്ക് കാൽഷ്യം, വൈറ്റമിൻ K27, ഇനുലിൻ, വൈറ്റമിൻ D, മഗ്നീഷ്യം. റൈറ്റ്. ഇപ്പൊ മിൽക്ക് കാൽഷ്യം എന്ന് പറഞ്ഞാൽ പൊടിയിലാണ് ഉണ്ടാവുക. വൈറ്റമിൻ K27 അത് ടാബ്ലറ്റിലുണ്ടാവും. അങ്ങനെ കൂടിയിട്ട്. സോ ഹെൽപ്സ് ഇൻ സ്ട്രെങ്തനിങ് ദ ബോൺ. പിന്നെ കാർട്ടിലേജ് മെയിൻറ്റെയിൻസ് ചെയ്യാനോ ഗ്ലൂക്കോസോമൈൻ ഹൈഡ്രോക്ലോറൈഡ്, റോസിബ് എക്സ്ട്രാക്ട്, ബോസ്വേലിയ ആൻഡ് വൈറ്റമിൻ K27.
അപ്പോൾ എല്ലിന്റെ സാന്ദ്രതക്ക് മിൽക്ക് കാൽഷ്യം, വൈറ്റമിൻ K27, ഇന്യൂലിൻ, വൈറ്റമിൻ ഡി ആൻഡ് മഗ്നീഷ്യം. കാർട്ടിലേജിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കാർട്ടിലേജിലുള്ള തേയ്മാനം ഇല്ലാതെയാക്കാനും ഗ്ലൂക്കോസോമൻ ഹൈഡ്രോക്ലോറൈഡ്, റോസിപ്പ് എക്സ്ട്രാക്ട്, ബോസ്വേലിയ ആൻഡ് വൈറ്റമിൻ K27. ദെൻ ജോയിന്റ് ഫ്ലൂയിഡ്സ്, സൈനോവിൽ ഫ്ലൂയിഡിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസോമൻ ഹൈഡ്രോക്ലോറൈഡ് ആൻഡ് MSM. ഇത്രയും കാര്യങ്ങൾ. അതിന്റെ കൂടെയുള്ള ബാക്കിയെല്ലാം ആഡ് ഓൺ ആണ്. ആ ആഡ് ഓൺ ആകുന്നതുകൊണ്ടാണ് റിസൾട്ട് വളരെ പെട്ടെന്ന് ലഭിക്കുന്നത്, ശാശ്വതമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, വൈ ഷുഡ് ന്യൂട്രിചാർട്ട് ബി ദ സെഷൻ ടാബ്ലറ്റ് ബി ടേക്കൺ ടുഗദർ? കാരണം രണ്ടിലും ഉള്ള ഇൻഗ്രീഡിയൻസ് കുറെ വ്യത്യസ്തമുള്ളതാണ്, അതെല്ലാം കിട്ടണം. അപ്പൊ നിങ്ങൾക്ക് പറയാം, എന്നാ സാറേ ഇതെല്ലാം കൂടി ടാബ്ലറ്റ് ആക്കി കൂടായിരുന്നു, എന്തിനാ ഈ ഒരു പൊടിയും ടാബ്ലറ്റിന്റെ പണിയാക്കിയത്? എല്ലാം ടാബ്ലറ്റ് ആക്കിയിരുന്നെങ്കിൽ ടാബ്ലറ്റിന്റെ സൈസ് കൂടിയല്ലേ. അപ്പൊ നിങ്ങൾ വീണ്ടും എന്നോട് പറഞ്ഞാൽ, സാറേ ടാബ്ലറ്റിന്റെ സൈസ് വല്ലാതെ വലുതായി ഒന്ന് വിഴുങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പറയില്ലേ പല ടാബ്ലറ്റിനെ പറ്റി കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ, കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളല്ലേ ഇതൊക്കെ, എന്നാൽ മറ്റുള്ളവർ കഴിക്കുന്നില്ലേ? ഓക്കെ, അതൊന്ന്. എന്നാൽ ഇത് പൊടിയാക്കിയാലോ? എന്നാൽ പിന്നെ പൊടിയാക്കി കൂടെ സാറേ, കലക്കിയും കുടിച്ചാൽ പോരെ. പക്ഷേ പൊടിയാക്കിയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇത്രയും നല്ല നല്ല കാര്യം ചെയ്യുന്ന ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ് ഇല്ലേ അതിലുള്ളത്, ഗ്ലൂക്കോസമൈൻ ഹൈഡ്രോക്ലോറൈഡ്, ആ ഹൈഡ്രോക്ലോറൈഡിന്റെ ടേസ്റ്റ് അതിഭയാനകം. അതുകൊണ്ട് കലക്കിയിട്ട് അത് കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് ടാബ്ലറ്റ് ആക്കി. അതുകൊണ്ട് രണ്ടും വ്യത്യസ്തമായിട്ടാക്കിയതാണ്. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കണം. സുഹൃത്തുക്കളെ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. പൊടി കട്ട് ചെയ്യുക, 1/2 ഗ്ലാസ് വെള്ളത്തിൽ നല്ലോണം ആദ്യം കലക്കുക. നല്ലോണം കലങ്ങി ഹോമോജീനസ് ആയിട്ടുണ്ടെങ്കിൽ ആ 1/2 ഗ്ലാസ്സിനെ ഫുൾ ഗ്ലാസ് ആക്കുക, എന്നിട്ട് കലക്കുക. ഒരൊറ്റ പാക്കറ്റ് മതി പക്ഷേ കേട്ടോ. നല്ലോണം കലക്കി ഹോമോജീനസ് ആയി കഴിഞ്ഞാൽ ടാബ്ലറ്റ് എടുക്കുക. ടാബ്ലറ്റിനെ ഒന്നും ചെയ്യരുത് കേട്ടോ, അങ്ങനെ തന്നെ വായിൽ വെക്കണം. എന്നിട്ട് ഈ കലക്കിയ വെള്ളം അങ്ങോട്ട് കുടിക്കണം. ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. അല്ലാതെ തോന്നിയതുപോലെ ചില ഗിമ്മിക്സ് ഒന്നും ഇതിൻ്റെ അകത്ത് കാണരുത്. ഈ പറഞ്ഞതുപോലെ ചെയ്യണം. വെറും വെള്ളത്തിൽ, സിമ്പിൾ വെള്ളത്തിൽ പൊടി കലക്കുക. ആദ്യം 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കുക, കാരണം കലക്കാൻ സുഖമായിരിക്കും. അതുകൊണ്ട് അത് കലങ്ങി കഴിഞ്ഞാൽ ആ ഗ്ലാസ് വെള്ളം ഫുള്ളാക്കുക, എന്നിട്ട് നല്ലോണം കലക്കുക. എന്നിട്ട് ഈ ടാബ്ലറ്റ് എടുക്കുക, അത് അങ്ങനെ തന്നെ വായിൽ വെക്കുക ടാബ്ലറ്റ്. എന്നിട്ട് ഈ കലക്കിയ വെള്ളം പൊടി അങ്ങോട്ട് കുടിക്കുക. ഇത് രണ്ടും ഒരുമിച്ച് തന്നെ പോകണം. ഓക്കെ, കാരണം ചിലത് അധികമുണ്ട്, ചിലത് കുറവുണ്ട്, ചിലത് എല്ലിന് വേണം, ചിലത് അത് വേണം, അങ്ങനെ എല്ലാത്തിനും ഉള്ളത്. അപ്പൊ എല്ലാം കൂടിയിട്ട് വ്യത്യസ്തമായിട്ട് അതിൻ്റെ അകത്തുള്ളൂ. ചിലത് ടാബ്ലറ്റിൽ, ചിലത് പൊടിയിലുള്ള. അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ പോകണം. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ കഴിക്കണം. റൈറ്റ്. പിന്നെ ചില ആൾക്കാർ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കൺവീനിയൻസ് അനുസരിച്ചിട്ട്. ടാബ്ലറ്റ് രാവിലെ കഴിക്കും, രാത്രി പൊടി കഴിക്കും. ചിലർ രാവിലെ പൊടി കഴിക്കും, രാത്രി ടാബ്ലറ്റ് കഴിക്കും. എന്നിട്ട് ഈ ടാബ്ലറ്റ് വയറ്റിൽ പോയ ടാബ്ലറ്റ് ആ പൊടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്, എപ്പോഴാണ് വരിക. ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യേണ്ട കേട്ടോ, രണ്ടും ഒരുമിച്ച് തന്നെ കഴിക്കണം. നമ്മള് ചോറ് കഴിക്കുമ്പോഴേ രാവിലെ ചോറ് കഴിച്ചിട്ട് രാത്രി സാമ്പാർ കുടിക്കുകയോ ചെയ്യില്ലല്ലോ, രണ്ടും മിക്സ് ആയിട്ടല്ലേ കഴിക്കുക. എന്നാൽ അതുപോലെ തന്നെ ഇതാണ് കേട്ടോ. ഇല്ലെങ്കിൽ മഹാപൂറായി പോകും പരിപാടി. ഇല്ലെങ്കിൽ ആദ്യം സാമ്പാർ കുടിച്ചിട്ട് ഉച്ചയ്ക്ക് സാമ്പാർ കുടിച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചോറ് കഴിക്കും, അങ്ങനെയില്ല, എല്ലാം മിക്സ്. അതുപോലെ തന്നെ വേണം കേട്ടോ. ഓക്കെ, പിന്നെ ഇതെല്ലാം കൂടി ഒന്നിലാക്കുന്ന അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും സമയം കളയത്തില്ലായിരുന്നു. സോ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇനി നമുക്ക് ഒന്നും കൂടി റീക്യാപ്പ് ചെയ്യുക. സെഷൽ എന്തൊക്കെയാ ഉള്ളത്, പൊടി എന്തൊക്കെയാ ഉള്ളത് നോക്കി. ഈ പാക്കറ്റിലുള്ളതാണ് മിൽക്ക് കാൽഷ്യം, മഗ്നീഷ്യം, ഇന്യൂലിൻ, റോസിപ്പ് എക്സ്ട്രാക്ട് ആൻഡ് വൈറ്റമിൻ ഡി. ഇതാണ് പൊടി. ന്യൂട്രിചാർട്ട് ബീജയിലെ സെഷയിലുള്ളത്. ടാബ്ലറ്റിലുള്ള എന്തൊക്കെയാ നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, ടാബ്ലറ്റിൽ ഗ്ലൂക്കോസോമൻ ഹൈഡ്രോക്ലോറൈഡ്, MSM, വൈറ്റമിൻ K27, വൈറ്റമിൻ ഡി, ബോസ്വേലിയ, ബ്രോമലിൻ, മാംഗനീസ്, കോപ്പർ ആൻഡ് ബോറോൺ. ഇത്രയും ടാബ്ലറ്റിലുണ്ട്. അപ്പൊ ഇതിലെല്ലാം ഒരുമിച്ച് തന്നെ പോകണം. പിന്നെ ഇത് ഒരുമിച്ച് കഴിച്ചിട്ട് ഒരു 3-4 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഓരോ ദിവസം ഇടവിട്ട് കഴിക്കാം, എല്ലാ ദിവസവും കഴിക്കണ്ട. അപ്പൊ ഇന്ന് നിങ്ങൾ കഴിച്ചു, നാളെ കഴിക്കണ്ട, അങ്ങനെ ഒരു 3 മാസം കഴിക്കാം, ഇടവിട്ട്. പിന്നെ നിങ്ങൾക്ക് നിർത്താം. പിന്നെ നിർത്തിയിട്ട് 6 മാസം കൂടുമ്പോൾ 1 മാസം, 6 മാസം കഴിയുമ്പോൾ 1 മാസം. അത് മാനേജ്മെന്റിന് വേണ്ടി മാത്രം, റൈറ്റ്. പക്ഷെ കഴിക്കുന്നത് എപ്പോഴും ഇത് രണ്ടും ഒരുമിച്ച് തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ ഹൂ ഷുഡ് ടേക്ക് ഇറ്റ്? മുട്ടുവേദന ഉള്ളവർ, അസ്ഥിയുടെ ബലം കുറഞ്ഞു പോയവർ, നമ്മളുടെ സ്കാനറിന്റെ മുകളിൽ കയറി നിന്നിട്ട് 3 കിലോഗ്രാം ഡെൻസിറ്റി കാണിക്കാത്ത എല്ലുകളുള്ള ആൾക്കാർ എല്ലാവരും കഴിക്കണം. സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചെറുങ്ങനെ ഇതിലേക്ക് 6 മാസം കഴിച്ച് തുടങ്ങുന്നത് നല്ലതായിരിക്കും. സ്കാനിങ് ആദ്യം ചെയ്യുക. എല്ലിന്റെ സാന്ദ്രത വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യു നീഡ് ടു സ്റ്റാർട്ട് വെരി വെരി ഏർലി. ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് ലാസ്റ്റിൽ പിന്നീട് വരും. കാരണം ഈ ഹോർമോണൽ ലെവൽ ചെറുങ്ങനെ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അധികം ബാധിക്കുന്നത് ഈ സ്ത്രീകൾക്കാണ്, പുരുഷന്മാരെക്കാളും. അപ്പൊ അവരിത് ശ്രദ്ധിക്കണം. സോ ദേ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് അവർ ആദ്യമേ ഇത് കഴിച്ചിട്ട് അവര് എല്ലിന്റെ സാന്ദ്രത മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇല്ല, നിങ്ങൾ കണ്ടു കാണും, പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളാണ് ഇങ്ങനെ
പ്രായാധിക്യം കൊണ്ട് വളഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ കാണാം, അപ്പം അമ്മൂമ്മമാരായിരിക്കും അതിങ്ങനെ വളഞ്ഞു പോവുക, കാലൊക്കെ വല്ലാതെ ഇങ്ങനെ ബ്രാക്കറ്റഡ് ആയി പോകുന്നത്. അത് ഒന്ന് ശ്രദ്ധിക്കുക, ലേഡീസ് എസ്പെഷ്യലി, റൈറ്റ്? ദെൻ ഹൗ ടു ടേക്ക് ഇറ്റ് ഐ ഓൾറെഡി ടോൾഡ് യു അല്ലേ, എങ്ങനെ എടുക്കേണ്ടത്. കട്ട് ചെയ്യുക, കലക്കുക. ഏറ്റവും ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ ഈവനിങ് 5 to 7, അതാണ് ഐഡിയൽ. പിന്നെ ചില ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് എടുക്കാൻ, അല്ല വേറെ സമയം എടുത്തോട്ടെ സാർ, ആ സമയത്ത് ഞാൻ എത്തത്തില്ല. അല്ല, 5 to 7 എത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു 8 മണിക്കെങ്കിലും എത്തണ്ടെങ്കിൽ അന്നേരമെങ്കിലും കഴിക്കുക. അല്ല സാർ, എനിക്ക് രാവിലെ കഴിക്കണം. അപ്പൊ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക രാവിലെ കഴിക്കാൻ, കാരണം അഥവാ വയറിളകിയിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം കുറച്ച് ദിവസം ഒന്ന് നോക്കുക. ഇഫ് ഇറ്റ് ഈസ് റിയലി ഹെൽപ്പിംഗ് യു ഓഫ്, ദെൻ നോ ഇഷ്യൂസ്. പക്ഷേ 5 to 7 ഈസ് ദി ഐഡിയൽ ടൈം ടു ഹാവ് ന്യൂട്രിചാർജ് BJ. കാരണം അത് അങ്ങനെയാണ് അതിന്റെ ഒരു അബ്സോർപ്ഷൻ റേറ്റ് ഒക്കെ, റിസൾട്ട് ഒക്കെ നമുക്ക് കൂടുതൽ വന്നത് ആ സമയം കഴിക്കുമ്പോഴാണ്. ആൻഡ് ഹൗ ലോങ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ, ഇതിൽ ഒരു നിശ്ചിത സമയമൊന്നും നമ്മൾ പറയുന്നില്ല, നമുക്ക് പറയാനും പറ്റത്തില്ല. ചില ആൾക്ക് 2 മാസം കൊണ്ട് റിസൾട്ട് കിട്ടും, ചില ആൾക്ക് 3 കിട്ടും, ചില ആൾക്ക് 9 മാസം കഴിക്കണം, ചില ആൾക്കാർ 1 കൊല്ലം കണ്ടിന്യൂസ് കഴിച്ചിട്ട് റിസൾട്ട് വന്ന ആൾക്കാരാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. പക്ഷേ റിസൾട്ട് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്താ, സംയമനം പാലിക്കണം. കൺട്രോൾ യുവർ ഇമോഷൻസ്, കൂളായിട്ട് വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ആൻഡ് സി. റിസൾട്ട് എന്തായാലും വരും. ശാന്തതയോടെ സമാധാനത്തോടെ കാത്തിരുന്നാൽ എല്ലാം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതും ചെയ്യണം. ബാക്കിയെല്ലാം നമ്മൾ മരിക്കുന്നവരെ മരുന്ന് കഴിക്കാൻ തയ്യാറായിരിക്കുന്ന ആൾക്കാരല്ലേ. ഇതൊരു വർഷം കഴിച്ചുകൂടെ നമുക്ക്, അറ്റ്ലീസ്റ്റ് ടു ഗെറ്റ് എ ഗുഡ് റിസൾട്ട്. പിന്നെ ന്യൂട്രിചാർജ് BJ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. എന്താണ്? സമീകൃതമായ ആഹാരം കഴിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അനാരോഗ്യപരമായിട്ടുള്ള സംഗമനമൊന്നും കഴിക്കാൻ നിൽക്കരുത്. ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. റെഗുലർ എക്സസൈസ് ചെയ്യണം. ആദ്യം അതിഭീകരമായിട്ടൊന്നും ചെയ്യേണ്ട, കാരണം മുട്ടിന് പ്രശ്നം ഉണ്ടാവരുത്. സ്ലൈറ്റ് എക്സസൈസ് ചെയ്യുക, എന്നിട്ട് എക്സസൈസിന്റെ അളവ് കൂട്ടി പോകുക. ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം, സെഡൻറ്ററി ലൈഫ് സ്റ്റൈലേ ആവാൻ പാടില്ല. യു ഷുഡ് ബി ഓൾവേസ് ആക്റ്റീവ്, റൈറ്റ്? ഒന്ന് കളിക്കുക, അല്ലെങ്കിൽ നടക്കുക, ഓടുക, എന്നിട്ട് എക്സസൈസ് ചെയ്യുക, സ്റ്റെപ്പ് കയറി ഇറങ്ങുക. ദീസ് ആർ ഓൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ പഞ്ചസാരയുടെ ഇൻടേക്ക് മാക്സിമം കുറയ്ക്കുക. കാരണം ഈ പഞ്ചസാര വരുമ്പോഴേക്കും നമ്മൾ ഈ എല്ലിന്റെ മുകളിലുള്ള ഈ എലിമെന്റ്സിനെ മുഴുവൻ, മിനറൽസ് എസ്പെഷ്യലി കാൽഷ്യം, മഗ്നീഷ്യത്തിനൊക്കെ ഇങ്ങനെ, ഫോസ്ഫറസിനൊക്കെ ഇങ്ങനെ തുടച്ചങ്ങോട്ട് നീക്കി കളയും. അത് വലിയ ഗുണമൊന്നും ചെയ്യത്തുമില്ല. സോ സീ ദാറ്റ് യു ആർ നോട്ട് ടേക്കിംഗ് ഇറ്റ്, റൈറ്റ്? അങ്ങനെ ന്യൂട്രിചാർജ് BJയും അതിന്റെ കൂടെ അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് എ വണ്ടർഫുൾ റിസൾട്ട് വിത്ത് ദിസ്. അത് മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ലോകത്ത് തന്നെ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഒന്ന്, ഇത് ഞാൻ എന്റെ കമ്പനിയോ അല്ല ഞാൻ ഇത് ലോഞ്ച് ചെയ്തുകൊണ്ട് പറയുന്നതല്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിയുന്ന കാര്യമാണ്. കാരണം ഇതിന് ഏറ്റവും വലിയ കാരണം ഒന്നും കൂടി എന്നോട് പറയാനുള്ളത്, പല കമ്പനികൾ ഇപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നത് ഈ ഫോർമുലേഷനിലേക്ക് എങ്ങനെ എത്തിയെന്ന്. പക്ഷെ അത് അവർക്ക് ഇനി ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ. ദേ ഹാവ് ഓൾറെഡി എന്താണ് ലോക്ക്ഡ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കൊമേഴ്ഷ്യൽ ബേസിൽ ഞാൻ പറഞ്ഞത്, ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിന്റെ MRP എന്തായിരുന്നു ഉള്ളത്, ഇന്നും ആ MRP അത് തന്നെയാണ്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കാണിച്ചു തരും, 9-10 വർഷമായിട്ട് യാതൊരു പ്രൈസ് ചേഞ്ചും ഇല്ലാതെ പോയത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരാളിനോട്, സർ ഉണ്ടായിരുന്നു സർ, അത് പണ്ട് 10 ഗ്രാം ആയിരുന്നു, ഇപ്പം 5 ഗ്രാം ആക്കിയത്. അപ്പൊ എന്താ, ഇൻഗ്രീഡിയൻസും കുറച്ചു, പ്രൈസ് റിമെയിൻ സെയിം. ഇവിടെ അതല്ല, ഇവിടെ സെയിം ഇൻഗ്രീഡിയൻറ്റ് ഫ്രോം ഡേ 1 ടിൽ യെസ്റ്റർഡേ ഓർ ടുഡേ, സെയിം ഇൻഗ്രീഡിയൻറ്റ്, സെയിം പ്രൈസ്, ഒരു പൈസ പോലും കൂട്ടിയിട്ടില്ല. പക്ഷേ 10 വർഷം മുന്നേ മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയക്ക് നിങ്ങൾ എത്ര കാശാണ് കൊടുത്തത്? അതാണ് ഇന്ന് കൊടുക്കുന്നത്, അല്ലല്ലോ. അന്ന് ആശുപത്രിയിൽ കിടക്കാൻ വേണ്ടി എത്രയാണ് നിങ്ങൾ ഫീസ് കൊടുത്തതാണ് ഇത്ര കൊടുക്കുന്നത്, അല്ലല്ലോ. ബട്ട് ദിസ് റിമെയിൻസ് സെയിം, സൈലന്റ്ലി വാച്ചിങ് യു. പാവത്താനായിട്ട് ഇങ്ങനെ കാത്ത് നിങ്ങളെ ഇരിക്കുക, എന്നെ കഴിക്കൂ, അസ്ഥികൾക്ക് ആരോഗ്യം നേടൂ, എന്തിനാ ദൈവം തന്ന മുട്ടുകളൊക്കെ മുറിച്ചു മാറ്റുന്നത്, എന്നെ വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ ഷെൽഫിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഓരോ വണ്ടർ വേൾഡിലും PUCയിലും എല്ലാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവിടെ പോവുക, അതെടുക്കുക, കഴിക്കുക, മറ്റുള്ളവരെ കഴിപ്പിക്കുക. സിമ്പിൾ, സിമ്പിൾ ആൻഡ് വെരി വെരി സിമ്പിൾ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ ആദ്യം തന്നെ ന്യൂട്രിചാർജ് BJ കൊടുക്കുന്നവർ PVMFO കൊടുക്കണം, എന്നാലും റിസൾട്ട് പെട്ടെന്ന് എത്തും. അതുകൊണ്ട് ആദ്യം ഫസ്റ്റ് ടൈം തന്നെ ഒരാൾക്ക് ന്യൂട്രിചാർജ് BJ കൊടുക്കുന്നതിന്റെ മുന്നേ ഒരു PVMFO കൊടുത്തിട്ട് ഒരു ബാലൻസ് ഒരു മാസം കഴിഞ്ഞിട്ട് ന്യൂട്രിചാർജ് BJ കൂടി കൊടുത്താൽ, കാരണം ഈ ഒരു മാസം PVMFO കഴിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു വ്യത്യാസം കാണും. അപ്പോൾ അവർക്ക് ഒരു വിശ്വാസം വരും. പിന്നെ ന്യൂട്രിചാർജ് BJ കൂടി കൊടുക്കുക. ഇത് രണ്ടും കൂടി അങ്ങ് വരുമ്പോഴേക്കും റിസൾട്ട് ഈസ് ഗോയിങ് ടു കം ആൻഡ് ഇറ്റ് ഷുഡ് കം, ഇറ്റ് വിൽ കം. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഇത്. പിന്നെ വാല്യൂ ഇത് ഞാൻ നോക്കുന്നില്ല, കാരണം ദർ ഇസ് നോ കോമ്പറ്റീഷൻ ആസ് സച്ച് ഫോർ ന്യൂട്രിചാർജ് BJ, സോ ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്.
സോ ഇതാണ് ന്യൂട്രിചാറ്റ് ബീജ്. ഇന്നത്തെ ഈ പ്രസന്റേഷൻ കൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് മനസ്സിലായിട്ട് നിങ്ങളെ കയറി വെച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് ഇനി എന്താ കാരണം അറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ അസ്ഥികൾക്ക് ബലക്ഷയവും അമിതവണ്ണവും. അമിതവണ്ണത്തിന്റെ പ്രൊഡക്റ്റ് ഞാൻ അടുത്ത് തന്നെ പിന്നീട് എടുക്കാം. പക്ഷേ ഈ അസ്ഥി, ഇതിനു വേണ്ടിയിട്ട് ആൾക്കാർ എവിടേക്കോ ഓടുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എത്ര കാശ് ചെലവാക്കുന്നു. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ വാല്യൂ ആ വ്യക്തികൾക്ക് ശരിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഒരിക്കലും അതിന്റെ പ്രൈസ് ചോദിക്കത്തില്ല. ഈ പ്രൈസ് ചോദിച്ച് മേടിക്കാതെ പോകുന്നത് ആ പറഞ്ഞു കൊടുത്ത വ്യക്തിക്ക് ഈ പ്രൊഡക്റ്റിന്റെ വാല്യൂ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒരു വ്യക്തിക്ക് ഈ പ്രൊഡക്റ്റിന്റെ വാല്യൂ കൃത്യതയോടെ പറഞ്ഞു കൊടുത്താൽ അദ്ദേഹത്തിന് മനസ്സിലാവും ഈ പ്രൊഡക്റ്റ് ആണ് എന്റെ നീഡ് ഓഫ് ദി ആർ പ്രൊഡക്റ്റ്, ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഇതാണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവും. എന്നാൽ പിന്നെ അവരൊന്നും മേടിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെല്ലാം വളരെ വളരെ വില കുറഞ്ഞ സാധനം മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. അങ്ങനെയാണോ? വില കുറഞ്ഞ ഒരു ഷർട്ട് ഉണ്ട്, വില കൂടിയ ഷർട്ട് ഉണ്ട്. ആൾക്കാർ വില കൂടിയ മേടിക്കാറില്ല, ഏറ്റവും ചീപ്പാണ് മേടിക്കുന്നത്. അല്ല, വില കൂടിയ ബൈക്ക് ഉണ്ട്, വില കുറഞ്ഞ ബൈക്ക് ഉണ്ട്. ആൾക്കാരെല്ലാം ഏറ്റവും താണ ബൈക്കാണ് മേടിക്കുന്നത്. അല്ല, അതേപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ഹൈ ക്ലാസ് ആണ് ആദ്യം ഫില്ല് ആകുന്നത്. റിസർവേഷൻ ചെയ്ത് നോക്കി, ആദ്യം ഫില്ല് ആകുന്നത് ഹൈ ക്ലാസ് ആയിരിക്കും, പിന്നെ താഴെ 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 പോകുന്നത്. അപ്പോൾ ആൾക്കാർക്ക് വാല്യൂ നീഡഡ് നോളജ് കൊടുക്കണം. അങ്ങനെ നമ്മൾ പറയാൻ പഠിക്കണം. അതുകൊണ്ട് ഇങ്ങനത്തെ മീറ്റിംഗ് എല്ലാം വരിക, പല സമയത്ത് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, അതൊക്കെ പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. എന്നാൽ 100% നിങ്ങൾ പറഞ്ഞാൽ ആൾ കേൾക്കും, മേടിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചു നോക്കി, 9 വർഷം മുമ്പേ ലോഞ്ച് ചെയ്ത ഈ പ്രൊഡക്റ്റ് ആരും ഇതുവരെ മേടിച്ചില്ലായിരുന്നില്ല, ഈ പ്രൊഡക്റ്റ് ഉണ്ടാവുമായിരുന്നു? ഇല്ലല്ലോ. എത്ര ആൾ മേടിക്കുന്നുണ്ട്? പീപ്പിൾ ആർ ബൈങ് 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 ആൻഡ് ബൈങ്. താങ്ക് യു വെരി മച്ച് ഗിരീഷ് സർ, ബാക്ക് ടു യു.